തിരുമേനി 6 മണിയായി, തുടങ്ങിക്കോട്ടെ. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ അഭിമന്യ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത തിരുമേനി, ഡോക്ടർ ഐസക് മാർ ഫെലിക്സ് എപ്പിസ്കോപ്പ തിരുമേനി, ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പ തിരുമേനി, ഡോക്ടർ ശശി തരൂർ, ഏറ്റവും പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. 2015 ഡിസംബർ മാസം 27-ാം തീയതിയാണ് സക്രിയാസ് മാർ തിയോഫിലസ് സഫ്രൻ മെത്രാപ്പൊലീത്ത തിരുമേനി കാലം ചെയ്തത്. തിരുമേനി കാലം ചെയ്തിട്ട് നാളെ 5 വർഷങ്ങൾ പൂർണ്ണമാകുകയാണ്. ഒരു അതിമഹത്തായ ജീവിതമായിരുന്നല്ലോ തിരുമേനിയുടേത്. തിരുമേനിയുടെ ധാരാളം സ്ഥാപനങ്ങൾ സഭയിൽ സ്ഥാപിക്കപ്പെട്ടു. അതെല്ലാം നല്ല നിലയിൽ മുന്നോട്ട് വന്നുകൊണ്ട് വരുന്നുണ്ട്. തിരുമേനിയുടെ ദീർഘവീക്ഷണം പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അങ്ങനെയുള്ള തിരുമേനിയുടെ ദീർഘവീക്ഷണത്തിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ശാന്തിഗിരി ആശ്രമം എന്ന് പറയുന്നത്. തിരുമേനിയുടെ ജീവിതം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തിരുമേനിയുടെ ജീവിതത്തിന് മുമ്പാകെ ശാന്തിഗിരി കുടുംബം ദൈവസന്നിധിയിൽ നന്ദി പറഞ്ഞുകൊണ്ട് തിരുമേനിയുടെ ആ പാവന സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സ്വാഗത വാക്കുകൾ ആശംസിക്കുന്നതിന് വേണ്ടി ഞാൻ സമയമെടുക്കുകയാണ്. ഈ മീറ്റിംഗിന്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ 22-ാം മാർത്തോമ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത തിരുമേനിയാണ്. തിരുമേനിയെ കഴിഞ്ഞ കുറെ നാളുകളായി വളരെ അടുത്ത് ഞാൻ പഠിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. വളരെ സിസ്റ്റമാറ്റിക്കായ കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്ത തിരുമേനിയുടെ വാക്കുകൾ, പ്രസംഗങ്ങൾ, തിരുമേനിയുടെ നിലപാടുകളെ നമുക്ക് വ്യക്തമാക്കി മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ക്രിസ്മസ് മെസ്സേജ് തിരുമേനി നൽകി. ക്രിസ്മസ് മെസ്സേജ് തിരുമേനി നൽകിയപ്പോൾ തിരുമേനി ഓർത്ത ആളുകളെ ശ്രദ്ധിച്ചാൽ, ഉന്നാവോയിലെ പെൺകുട്ടിയെ സംബന്ധിച്ച് എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ മധു, അട്ടപ്പാടിയുള്ള മധുവിനെ, അതോടൊപ്പം തന്നെ എനിക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് മരണപ്പെട്ടു പോയ, അമേരിക്കയിൽ വെച്ച് മരണപ്പെട്ടു പോയ ജോർജ് ഫ്ലോയിഡ്, പോലീസുകാരാൽ കൊല്ലപ്പെട്ട ആൾ, ഇങ്ങനെയുള്ള ആളുകളെയാണ്. അതിനൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തിരുമേനിയുടെ നിലപാടുകളാണ്. എപ്പോഴും പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളുള്ള ഒരു കരുതലും സ്നേഹവും ഒക്കെ തിരുമേനിയിലൂടെ നമുക്ക് കാണുവാനായി സാധിക്കും. അത് പ്രത്യേകിച്ച് സ്ത്രീകളുടെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ട്രാൻസ്ജെൻഡേഴ്സിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളിലൊക്കെ തന്നെ തിരുമേനിക്ക് വളരെ വ്യക്തമായ നിലപാടുകൾ. 22-ാം മാർത്തോമയായി ദൈവത്തിന്റെ വലിയ കൃപയാൽ അഭിമന്യ തിരുമേനി വന്നിരിക്കുന്നത് സഭയെ സംബന്ധിച്ചിടത്തോളം, മാർത്തോമ സഭയെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന വിവിധ ജാതി മതത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. കരുതലിനും ശാന്തിഗിരി ആശ്രമത്തിന് സന്തോഷത്തോടെ 1990 പിന്നീടുള്ള സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. ഏറ്റവും ആദരവോടും ഏറ്റവും വിനയത്തോടും കൂടി അഭിമന്യ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്തയിലേക്ക് ഈ മാസം 5-ാം തീയതി 70-ാമത് വയസ്സിലേക്ക് പ്രവേശിച്ചപ്പോൾ ലോങ് ഐലൻഡിൽ ഒരു മീറ്റിംഗ് ആണ്. ഫെലിക്സ് തിരുമേനിയെ പറ്റി ഒരു വാദം ഇങ്ങനെയാണ് പറഞ്ഞത്: പുറമെ ശാന്തനാണ് എങ്കിലും വളരെ സജീവമായ ഒരു മനസ്സാണ് തിരുമേനിക്കുള്ളത്. എപ്പോഴും ചിന്തയും അത് എങ്ങനെയാണത് കാര്യങ്ങൾ, ചിന്തിക്കുന്ന കാര്യങ്ങൾ നടപ്പിൽ വരുത്താൻ സാധിക്കുന്നത് എന്നുള്ള ആലോചനയാണ് എല്ലായ്പ്പോഴും തിരുമേനിക്കുള്ളത് എന്നാണ്.
വളരെ ശാന്തമായി എല്ലാ കാര്യങ്ങളെയും തിരുമേനി കൈകാര്യം ചെയ്യുകയും എന്നാൽ വളരെ വ്യക്തമായി എല്ലാ കാര്യങ്ങളും നിലപാടുകളുണ്ട്. പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഓർക്കുന്നത് ഈ പെന്തക്കോസ്തി തിരുനാളില് ഈ തിരുമേനിയുടെ ഒരു മെസ്സേജാണ്. അത് ഈ ജോർജ് ഫ്ലോയിഡുമായി ബന്ധപ്പെട്ടൊരു മെസ്സേജാണ്. നമുക്കറിയാം പെന്തക്കോസ്തിക്ക് നമ്മള് കർത്താവ് ശ്വാസം ഊതി എന്നുള്ളതാണല്ലോ പറയുന്നത്. അപ്പം മാസ്ക് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് പൊതുവെ ഒരു ശ്വാസം മുട്ടലുണ്ട്. അതുകൂടാതെ ഈ ഫ്ലോയിഡിനെ ശ്വാസം മുട്ടിച്ചതിനെ സംബന്ധിച്ചുള്ള കാര്യം, പെന്തക്കോസ്തിക്ക് കർത്താവ് എല്ലാവരുടെയും മേൽ ജീവശ്വാസം ഊതിയതിനെ സംബന്ധിച്ചുള്ള കാര്യം, ഇതിനെല്ലാം കൂടെ കണക്ട് ചെയ്തുകൊണ്ട് വളരെ ചലഞ്ചിങ് ആയിട്ടൊരു പ്രസംഗം തിരുമേനി പെന്തക്കോസ്തി തിരുനാളിലെ ചെയ്ത് സമയത്ത് നോക്കുകയാണ്. അത് ആണ് മെത്രാപ്പോലീത്ത തിരുമേനി പറഞ്ഞത്. അതാണ്, അതായത് തിരുമേനിയുടെ മനസ്സിൽ ഉള്ള ചിന്തകൾ വളരെ ഒരു 10, 15, 20 വർഷം നമ്മുടെ ചിന്തകൾക്ക് എല്ലാം കൂടെ തിരുമേനി ഒരു വാചകത്തിൽ അല്ലെങ്കിൽ ഒരു പ്രസംഗത്തിലൊക്കെ തിരുമേനി പറയാനുള്ള വലിയ കഴിവ് തിരുമേനിക്കാണ്. അത് പറയുക മാത്രമല്ല, അതെങ്ങനെ നടപ്പിൽ വരുത്താമെന്നുള്ളതിനെ പറ്റി തിരുമേനിക്ക് വ്യക്തമായ ഒരു ആക്ഷൻ പ്ലാനും ഉണ്ട്. അപ്പൊ കഴിഞ്ഞ 4 വർഷമായിട്ട് ശാന്തിഗിരി ആശ്രമത്തിന്റെ പ്രവർത്തനങ്ങളിലെ തിരുമേനിയുടെ അനുഗ്രഹീതമായ നേതൃത്വമാണ് ലഭിക്കുന്നത്. വളരെ ചെറിയ വാക്കുകളിൽ ചിലപ്പോൾ എന്നോട് പറയും, വെച്ചാ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറയുന്നതിന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതിന് 100 അർത്ഥങ്ങളുണ്ട് എന്ന്. അപ്പോൾ തിരുമേനിയുടെ ഒരു വലിയ നേതൃത്വമാണ് ഇപ്പോൾ നമുക്ക് വളരെ സഹായകരവും അനുഗ്രഹകരമായിട്ട് തീരുന്നത്. ഇന്നത്തെ ഈ മീറ്റിംഗ് തന്നെ ഡോക്ടർ തരൂരിനെ തന്നെ വിളിക്കണം, ഇങ്ങനെ ഒരു നല്ല ഒരു തീം എടുത്ത് കോവിഡിന്റെ ഒരു പശ്ചാത്തലത്തിലുള്ള ഒരു ഹാർമോണിയസ് ലിവിങ് എന്നുള്ളൊരു തീം കൊടുത്ത് ഡോക്ടർ തരൂരിനെ കൊണ്ട് തന്നെ പ്രസംഗിപ്പിക്കണം എന്നുള്ളത് തിരുമേനിയുടെ വലിയ ഒരു താല്പര്യമായിരുന്നു. അതുകൊണ്ടാണ് ഡോക്ടർ തരൂരിനെ തന്നെ നമ്മൾ അതിനുവേണ്ടി തിരുമേനി തന്നെയാണ് അതിന് മുൻകൈ എടുത്തതും ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. അപ്പം ഏറ്റവും സന്തോഷത്തോടെ ഏറ്റവും ആദരവോടുകൂടി ഡോക്ടർ ഐസക് മാർ ഫെലിക്സ് തിരുമേനിയെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് തിരുമേനി ഇപ്പോൾ 2 തിരുമേനി കയറിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. തിരുമേനി 2 ഭദ്രാസനങ്ങളാണ് മെത്രാപ്പോലീത്ത തിരുമേനി ഇപ്പൊ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പൊ ഈ കോട്ടയം കുറ്റി ഭദ്രാസനത്തിൽ ഇപ്പൊ വേണ്ട 3-4 ആഴ്ച ആവുന്നേ ഉള്ളൂ തിരുമേനി ചാർജ് എടുത്തിട്ട്. എന്നാൽ ഇതിനോടകം തന്നെ മിക്കവാറും എല്ലാ സെന്ററിലും തിരുമേനി യാത്ര ചെയ്തിട്ടുണ്ട്. അടൂരിൽ നിന്ന് മൂന്നാർ, ഈ കീഴിലെ ഈ ഇവിടം മുതല് നമ്മൾ നോക്കിയാല് ചൊരട്ടി, അങ്കമാലി, ചാലക്കുടി മുതൽ ഉള്ള സ്ഥലങ്ങളെല്ലാമാണ് ഉള്ളത്. എന്നാൽ വളരെ സജീവമായ തിരുമേനി ഈ കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും വളരെ ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. തിരുമേനി നമ്മുടെ ഈ മീറ്റിംഗിൽ അടൂരിൽ നിന്ന് കയറാം എന്നാണ് പറഞ്ഞത്. തിരുമേനി കയറുമെന്ന് വിചാരിക്കുന്നു. സെക്രട്ടറി തിരുമേനിയുടെ ഒരു അനുസ്മരണ വാക്ക്, ചില വാക്കുകൾ തിരുമേനി പറയാം എന്ന് സംബന്ധിച്ചിട്ടുണ്ട്. ഏറ്റവും സന്തോഷത്തോടുകൂടി ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് തിരുമേനിയെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ആശ്രമയുടെ പ്രഭാഷണം നൽകുന്നത് ഡോക്ടർ ശശി തരൂർ MP ആണ്. അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിലാണ് ഉള്ളത്. പ്രത്യേകിച്ച് കർഷക സമരവുമായി ബന്ധപ്പെട്ട് വളരെ സജീവമായിട്ട് അദ്ദേഹം അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ടും പല കാര്യങ്ങൾ, പ്രത്യേകിച്ച് രാഷ്ട്രപതിയെ കാണുന്നതിന് വേണ്ടിയൊക്കെയും പോവുകയും ഈ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളുടെ പ്രശ്നങ്ങളെ എത്തേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കാനായിട്ട് ഡോക്ടർ തരൂർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്ത്യയിലുള്ളവർ മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ ആളുകളും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങള്, ദളിതരായിട്ടുള്ള ആളുകൾ, ഇവിടെ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു പ്രതീക്ഷയാണ് ഡോക്ടർ തരൂർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ എല്ലായ്പ്പോഴും നമുക്ക് ഒരു വെളിച്ചം നൽകുന്ന സംഗതികളാണ്. ഇന്ത്യയിൽ എപ്പോഴൊക്കെ ജനാധിപത്യവും മതേതരത്വവും പ്രയാസമാവുന്നോ ആ സമയങ്ങളിലൊക്കെ വളരെ സജീവമായി അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്. ആ വ്യക്തിത്വത്തെ നമുക്ക് ഈ വർഷത്തെ പ്രഭാഷണത്തിന് ലഭിച്ചു. പ്രത്യേകിച്ച് കോവിഡിന്റെ ഒരു പശ്ചാത്തലത്തിലുള്ള ഒരു ഹാർമോണിയസ് ലിവിങ് എന്നുള്ള ഒരു തീമില് അദ്ദേഹത്തെ ലഭിച്ചു. ആ പ്രഭാഷണം നമുക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുമല്ലോ. തരൂരിനെ ഏറ്റവും സന്തോഷത്തോടുകൂടി ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ശാന്തിഗിരി ട്രസ്റ്റ് അംഗങ്ങൾ, ശാന്തിഗിരിയെ സ്നേഹിക്കുന്ന ആളുകൾ വിവിധ തരത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ലൈവായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ 50-ലധികം ആളുകൾ സൂമിലും ഇതിൽ സംബന്ധിക്കുന്നുണ്ട്. ധാരാളം ആളുകൾ ഇത് മറ്റ് പല സോഷ്യൽ മീഡിയയിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. അവരെല്ലാം ശാന്തിഗിരിയുടെ സ്നേഹിതരാണ്, തിരുമേനിയുടെ സ്നേഹിതരാണ്. അപ്പൊ എല്ലാവരോടുള്ള പ്രത്യേകമായ സന്തോഷമുണ്ട്. എല്ലാവരും ഇത് കയറിയതിനുള്ള സന്തോഷം അറിയിക്കുകയും ഏറ്റവും വിനയത്തോടുകൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. നമുക്ക് ഇന്നത്തെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹകരമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴേ പ്രാരംഭ വാക്കുകൾക്കും പ്രാർത്ഥനയ്ക്കുമായിട്ട്
വൈസ് ചെയർമാൻ ഡോക്ടർ ഐസക് മാർ ഫിലിസ് തിരുമേനിയെ ക്ഷണിക്കുകയും ചെയ്യും. ഒരു വാക്ക് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ 2 വാക്ക് പറഞ്ഞ് നമ്മുടെ മീറ്റിംഗിലേക്ക് പ്രവേശിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, അവിടുത്തെ ദിവ്യവിചാരണയിൽ എല്ലായ്പ്പോഴും ഞങ്ങളെ കാക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അവൻ കൃപയ്ക്കായി സ്തോത്രം. ദൈവരാജ്യത്തിന്റെ വർദ്ധനവിന് വേണ്ടി, ദൈവനാമത്തിനു വേണ്ടി ആവോളം അധ്വാനിപ്പാൻ പ്രവർത്തിപ്പാൻ അവിടുന്ന് ഞങ്ങളെ യോഗ്യരാക്കുന്നവൻ കൃപയ്ക്കായും സ്തോത്രം. നിങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഒരുമിച്ച് കാണുവാനും ആശയവിനിമയം നടത്തുവാനും ഈ ശാന്തി പ്രഭാഷണത്തിൽ പങ്കുചേരുവാനും ഇടയാക്കുന്ന നിങ്ങൾക്കായി സ്തോത്രം. ഡോക്ടർ സഖറിയാസ് മാർ തിയോഫിലോസ് സഫർഗൻ മെത്രാപ്പൊലീത്താ ധന്യമായ ജീവിതത്തെ ഓർത്ത് സ്തോത്രം കരയിട്ടുന്നു. സഭയ്ക്കും സമൂഹത്തിനും ചെയ്തതായ വലിയ സേവനത്തെ ഓർക്കുന്നു. ശാന്തിആശ്രമത്തിന്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് സ്തോത്രം കരയിട്ടുന്നു. എല്ലാ ആവശ്യമായിട്ടുള്ളതായ ആലോചന നൽകുന്ന എല്ലാവർക്കായും പ്രവർത്തനങ്ങളിൽ പങ്കുചേരുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ ഒത്തുചേരൽ ഞങ്ങൾക്കും ആശ്രമത്തിനും സഭയ്ക്കും ഏറ്റവും അനുഗ്രഹകരമായ ഒരു അനുഭവമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ ഞങ്ങളെ കാക്കേണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ യാചിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. അഭിവന്യ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്താ തിരുമേനി, അഭിവന്യ എബ്രഹാം പൗലോസ് എപ്പിസ്കോപ്പ തിരുമേനി, ഡോക്ടർ ശശി ചരൂർ, ഈ ശാന്തി പ്രഭാഷണത്തില് പങ്കുചേരുന്ന വൈദികരെ, ആത്മായ പ്രമുഖരെ, ശാന്തിഗിരി ആശ്രമത്തെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നതായ ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ശേഷാമൂലച്ചൻ ഓർപ്പിച്ചതുപോലെ 27ാമത് ശാന്തി പ്രഭാഷണം ശാന്തിഗിരി ദിനം എന്ന രീതിയിൽ ഇന്ന് കൊണ്ടാടുമ്പോൾ ശാന്തിഗിരി ആശ്രമത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് രൂപവും ഭാവവും നൽകിയതായ സഖറിയാസ് മാർ തിയോഫിലോസ് സഫർഗൻ മെത്രാപ്പൊലീത്താ തിരുമേനിയുടെ ധന്യ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയറ്റുകയാണ്. ഏതെല്ലാം മേഖലയിൽ തിരുമേനി പ്രവർത്തിച്ചുവോ ഇവിടെയെല്ലാം വ്യക്തമായ കാഴ്ചപ്പാടിലൂടെ എന്തായിരിക്കണം ഈ സമൂഹത്തിൽ സഭയുടെ ഉത്തരവാദിത്വം എന്ത് എന്ന് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുവാൻ അങ്ങേയറ്റം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇരിക്കുന്നതായ ഈ സ്ഥലം നമ്മുടെ സൈനായി മാർത്തോമ സെന്ററാണ്. തിരുമേനി ഭദ്രാസന എപ്പിസ്കോപ്പായി ചുമതലയെടുത്തതിന് ശേഷം നമ്മുടെ ഭദ്രാസന ആസ്ഥാനം ഇവിടെ രൂപകൽപ്പന ചെയ്ത് ഈ രീതിയിൽ പണിയുവാൻ, സാധ്യമാക്കുവാൻ ദൈവം തിരുമേനിയെടുത്ത് ഉപയോഗിച്ചു. 1996-98 കാലഘട്ടത്തിൽ ഇതിന്റെ പണി ആരംഭിച്ച് പൂർത്തീകരിക്കാനായിട്ട് ദൈവം സഹായിച്ചു. അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിലെ തിരുമേനി പ്രവർത്തിച്ച മേഖലകളെല്ലാം തന്നെ വളരെ സ്തുത്യർഹമായ രീതിയിൽ സഭയുടെയും സമൂഹത്തിന്റെയും നന്മയെ കരുതി ആവോളം പ്രവർത്തിപ്പാനായിട്ട് ദൈവം ശക്തീകരിച്ചു. ശാന്തിഗിരി ആശ്രമം, അതിന്റെ ആരംഭം, തുടർന്നുള്ളതായ പ്രവർത്തനം പക്ഷെ തിരുമേനിയുടെ ഹൃദയത്തില് എപ്പോഴും കാത്തു സൂക്ഷിച്ചതായ ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം സാധ്യമാക്കുവാൻ ദൈവം സഹായിച്ചു. അതുകൊണ്ട് ഇന്ന് നാം ഒരുമിച്ച് ചേർന്ന് വരുമ്പോൾ ആ ധന്യ ജീവിതത്തെ ഓർക്കുകയും ജീവിതത്തിന് സ്തോത്രം കരയറ്റുകയും ചെയ്യുന്ന സന്ദർഭമാണ്.
സാധാരണ ശാന്തി പ്രഭാഷണം ഓഗസ്റ്റ് മാസത്തിലാണ് നടക്കുന്നത്. കോവിഡ് അതിന്റെ പശ്ചാത്തലത്തിൽ ഒരു ഇൻപേഴ്സൺ മീറ്റിംഗ് അസാധ്യമാകുകയും ഇതെങ്ങനെയാണ് എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോഴാണ് 26-ാം തീയതി ഡിസംബർ മാസം, അതായത് തിരുമേനി കാലം ചെയ്തതിന്റെ തലേ ദിവസം ആ രീതിയിൽ ഇന്ന് ഒരു വെർച്വൽ മീറ്റിംഗ് ആയിട്ട് ഇത് ക്രമീകരിക്കാം. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ശാന്തിഗിരിയെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നതായ അനേകരുണ്ടല്ലോ. അവർക്കെല്ലാവർക്കും ഇതിൽ പങ്കുചേരുവാനുള്ളതായ ഒരു അവകാശം ലഭിക്കും. ആ രീതിയിലാണ് ഇന്ന് ഒരു ഓൺലൈൻ സൂം മീറ്റിംഗ് ആയിട്ട് കൂടുവാൻ നമുക്കിടയായി തീർന്നത്. ഒരുപക്ഷെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ, പ്രതികൂലതയുടെ മധ്യത്തിൽ അതിനെ അനുകൂലമാക്കി മാറ്റുന്നതായ ദൈവത്തിന്റെ വലിയ ഇടപെടലായിട്ട് ഈ വെർച്വൽ പ്ലാറ്റ്ഫോം ഇന്ന് നാം കാണുന്നു. ശാന്തിഗിരി ആശ്രമത്തിന്റെ നമ്മുടെ ഹാളില് എറണാകുളം ചുറ്റുപാടുള്ളതായ ആളുകൾ ഒരുമിച്ച് ചേർന്ന് വന്ന് ശാന്തി പ്രഭാഷണം നടത്തിയിരുന്നുവെങ്കിൽ ഇന്ന് ശാന്തി പ്രഭാഷണം നടത്തുമ്പോൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ളതായ ഈ ശാന്തിഗിരിയെ കരുതുന്നതായ, സ്നേഹിക്കുന്നതായ, നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതായ അനേകർ ഇതിൽ പങ്കുചേരുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഇന്ന് നമ്മൾ കൂടി വരുമ്പോൾ അകൽച്ചയിലെ അടുപ്പം, അതിന്റെ പ്രാധാന്യം എന്താണ് എന്ന് ചിന്തിക്കുന്നതായ ഒരു ദിവസമാണ്. ഹാർമോണിയസ് ലിവിംഗ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് കോവിഡ് പാൻഡമിക്. നമ്മൾ അകലെയാണ് എങ്കിൽ തന്നെയും അടുപ്പം സാധ്യമാണ്, ആശയവിനിമയം സാധ്യമാണ്, ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അകൽച്ചയിൽ അകന്നു പോകുന്ന മനുഷ്യനല്ല, പിന്നെയോ ഈ ബന്ധം, ഒരുമിച്ചുള്ളതായ പ്രവർത്തനം ദൈവരാജ്യത്തിന്റെ പ്രവർത്തനമെന്ന് മനസ്സിലാക്കി അതിൽ പങ്കുചേരുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കുന്നു. അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇന്ന് നാം ഈ ഒരു വെർച്വൽ മീറ്റിംഗ് ആയിട്ട് കൂടി വരുവാനിടയായി തീരുന്നത്. ഇത് ആരാണ് നിർവഹിക്കേണ്ടത് എന്ന് ചിന്തിച്ചപ്പോൾ ഇന്ന് വളരെ വളരെ പ്രസക്തമായിട്ട് ഇതിനെക്കുറിച്ച് പറയുവാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. ഡോക്ടർ ശശി തരൂർ. അദ്ദേഹം ആഗോള തലത്തിലെ വിവിധ രംഗങ്ങളിൽ പ്രവർത്തിച്ചതായ വ്യക്തി എന്ന നിലയിൽ ഒരു ഹാർമോണിയസ് ലിവിംഗ്, അതിന്റെ പ്രത്യേകത വ്യക്തമായിട്ട് പറയാൻ കഴിവുള്ള വ്യക്തിത്വമാണ്. പക്ഷേ അതോടൊപ്പം ഇന്ന് ചേരുവാനായിട്ട് പ്രയാസം തന്നെയും റെക്കോർഡ് നമുക്ക് നൽകുകയും ചെയ്യും എന്നതിൽ അതിയായ സന്തോഷം. ഓരോ സാഹചര്യങ്ങളിൽ ദൈവം നമ്മെ കാക്കുന്നു, പരിപാലിക്കുന്നു, ശക്തീകരിക്കുന്നു. ദൈവത്തിന്റെ കൃപ ധാരാളം അനുഭവിക്കാൻ നമുക്ക് ഇടയായി തീരുന്ന ഓർത്ത് ദൈവത്തിന്റെ സ്തോത്രം കഴിച്ചു. ഈ ഒരു ശാന്തി പ്രഭാഷണം പ്രിസൈഡ് ചെയ്യുന്നത് ഇവിടെ 22 മാർത്തമയായിട്ട് ഇപ്പോൾ അനുഗ്രഹകരമായ ശിക്ഷണം നിർവഹിക്കുന്ന ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്ത തിരുവല്ലയാണ് ശാന്തി ട്രസ്റ്റിന്റെ ചെയർമാൻ. ആ രീതിയിൽ മെത്രാപ്പോലീത്ത തിരുവല്ലയുടെ സാന്നിധ്യം എല്ലാ കാര്യങ്ങളിലുള്ളതായ ആലോചന എല്ലാം വളരെ വിലപ്പെട്ടതാണ്. ഇവരുടെ സേവനത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരീ. എല്ലാ ദൈവിക അനുഗ്രഹങ്ങളും ധാരാളമായി പ്രദാനം ചെയ്യുകയും ചെയ്യരുത് എന്ന് പ്രാർത്ഥിക്കാം. പൗലോസ് തിരുവേലി കോട്ടയം ഭദ്രാസനത്തിന്റെ ചുമതല ഏൽക്കുമ്പോൾ ശാന്തി ട്രസ്റ്റിന്റെ ബോർഡ് മെമ്പർ എന്ന രീതിയിൽ തിരുവേലിയും ഇതിനകത്ത് സംബന്ധിക്കുന്നു. മറ്റ് ബോർഡ് മെമ്പേഴ്സ്, ശാന്തിഗിരി ആശ്രമത്തെ സ്നേഹിക്കുന്ന ഏവർക്കും അവരോടുള്ളതായ പ്രത്യേക സന്തോഷം ഈ സമയത്ത് അറിയിക്കുകയാണ്. ഇപ്പോഴത്തെ പ്രസിഡൻഷ്യൽ റിമാർക്സ് അഡ്രസ് നൽകുന്നതിനായിട്ട് അഭിവന്യ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്ത തിരുവല്ലയോട് പ്രത്യേകമായി അപേക്ഷിക്കും. ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും എന്റെ സ്നേഹ വന്ദനം. അഭിനയ ഡോക്ടർ ഐസക് മാർ ഫീലിക്സ് തിരുമേനി,
അഭിമന്യ ഡോക്ടർ എബ്രഹാം പൗലോസ് തിരുമേനി, ഡോക്ടർ ശശി തരൂർ MD, ശാന്തിഗിരി ബോർഡ് മെമ്പേഴ്സ്, വൈദിക ശ്രേഷ്ഠരെ, വികാരി ജനറൽ, സഹോദര സഹോദരികളെ, സ്നേഹിതരെ, എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ക്രിസ്മസിന് ശേഷം കൂടുന്ന മീറ്റിംഗ് ആണ് എന്നുള്ളത് കൊണ്ട് ക്രിസ്മസിന്റെ സന്തോഷവും അനുഗ്രഹങ്ങളും എല്ലാവരോടും കൂടെ തുടർന്നും ഉണ്ടായിരിക്കട്ടെ എന്നത് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഒരു വർഷത്തിന്റെ അവസാനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ കഴിഞ്ഞ ഒരു വർഷം ലഭിച്ച ദൈവ അനുഗ്രഹങ്ങളെയും നടത്തിപ്പുകളെയും എല്ലാം ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിനായിട്ട് നാം ഒരുമ്പെടുമ്പോൾ ആവശ്യമായിട്ടുള്ള സമർപ്പണം നമ്മൾ കാണുകയും ദൈവം നൽകുന്ന സാധ്യതകളെ വിനിയോഗിക്കാൻ തക്കവണ്ണം ഇടയായിട്ട് തീരുകയും ചെയ്യട്ടെ എന്നതും ആശംസിക്കുന്നു. അഭിമന്യ കാലം ചെയ്ത ഡോക്ടർ സക്രിയാസ് മാർ തിയോഫിലോസ് തിരുമേനിയുടെ ദേഹവിയോഗത്തിന്റെ നാളാണ് നാളെ. അതിനോടനുബന്ധിച്ച് ഈ ശാന്തിഗിരി ആശ്രമത്തിന്റെ പ്രഭാഷണം ഇടയായിട്ട് തീർന്നത് പ്രത്യേകമായിട്ട് ഞാൻ സന്തോഷിക്കുകയും അത് നമുക്ക് അനുഗ്രഹമായി തീരട്ടെ എന്നത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് ആശ്രം ഡേ ആയിട്ടാണ് നാം വേർതിരിക്കുന്നത്. ആശ്രം ഡേ ആയി വേർതിരിക്കുന്ന ദിവസം നമുക്ക് സഫ്രഗൻ മെത്രാപ്പൊലീത്ത തിരുമേനിയെ ഓർക്കാതിരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. He was a great person who met with an untimely death എന്ന് ഞാൻ തിരുമേനിയുടെ ദേഹവിയോഗത്തെക്കുറിച്ച് പറയും. He was returning from the Gulf region after his episcopal visit. 5 വർഷം മുമ്പ് തിരുമേനിയുമായി എനിക്കുള്ള ബന്ധം ആരംഭിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ്. തിരുമേനി ഒരച്ഛനായി മാർത്തോമ സുറിയാനി സഭയുടെ ബോയ്സ് ക്യാമ്പിൽ സംബന്ധിച്ച നേതൃത്വം നൽകുന്ന അവസരം ഡോക്ടർ യൂഹാനൻ മാർത്തോമ മെത്രാപ്പൊലീത്ത അന്ന് സഭയുടെ മെത്രാപ്പൊലീത്ത തിരുമേനിയാണ്. അന്ന് ആരംഭിച്ചതായിട്ടുള്ള ബന്ധം ഏറെ വർഷങ്ങൾ ഒരുമിച്ച് ദൈവിക ശുശ്രൂഷയിൽ ആയിരിക്കാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ ഇരുവരെയും വഴി നടത്തി. ഏറ്റവും കൂടുതൽ എനിക്ക് ഓർക്കുവാനായിട്ട് കഴിയുന്നത് ബോംബെ സാന്റക്രൂസ് സെന്റ് തോമസ് മാർത്തോമ ഇടവകയിൽ തിരുമേനി വികാരിയായിട്ടും അസോസിയേറ്റ് വികാരിയായിട്ടും എനിക്ക് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്ന അവസരങ്ങളാണ്. ആരാധനകൾക്ക് നേതൃത്വം നൽകുകയും ഒരു പ്രാദേശിക ഇടവകയിലൂടെയുള്ള ശുശ്രൂഷകൾ എന്നത് മനസ്സിലാക്കി അതിനെ ആവിഷ്കരിക്കുകയും പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ തിരുമേനിയിൽ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു സംഗതി, ദൈവസന്നിധിയിലുള്ള നമ്മുടെ ആരാധന എല്ലാം തന്നെ ഈ ലോകത്തിൽ നാം കാണുന്ന സഹജരായിട്ടുള്ള ആളുകൾക്ക് അവരിന് ഒരു ഔഷധമായിട്ട് തീരണം എന്നതാണ്. ആരാധന അവരിന് ഒരു ഔഷധമായിട്ട് തീരണം. കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ് ഇത് നമുക്ക് കാണാനായിട്ട് ഇടയാവുന്നത്. യേശു സബത്ത് നാളിൽ സിനഗോഗിൽ ആരാധിക്കുന്നതിനായിട്ട് പോയപ്പോൾ ദൈവവചനം വായിക്കുകയും ദൈവജനത്തോട് അതിൽ നിന്ന് സംഭാഷിക്കുകയും ചെയ്തു എന്നത് മാത്രമല്ല, ആരാധന സമൂഹത്തിലുള്ള ആളുകളെ വീക്ഷിക്കുന്നതിനും അവരുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കുന്നതിനും കർത്താവിന് സാധ്യമായിട്ട് തീർന്നു. അതിലൊന്നാണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നാം കാണുന്നത്. ആരാധകരായ ആളുകളുടെ മധ്യത്തിൽ വരണ്ട കൈയുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു എന്നത് കർത്താവ് കാണുകയും അവനോട് എഴുന്നേറ്റ് നിൽക്കുന്നതിനായിട്ട് ആവശ്യപ്പെടുകയും
കൈ നീട്ടുന്നതിനായിട്ട് തുടർന്ന് പറഞ്ഞ് അവന് സൗഖ്യം നൽകുകയും ചെയ്തത് നാം അവിടെ വായിക്കുന്നുണ്ട്. ആരാധന അപരനെ ഔഷധമായിട്ട് തീരണം. മറ്റൊരു സന്ദർഭത്തിൽ കർത്താവായ യേശു ക്രിസ്തു ദേവാലയത്തിൽ ആരാധിക്കുന്നതിനായി പോയ സന്ദർഭം, താൻ ദൈവവചനം വായിച്ചു ദൈവവചനത്തിൽ നിന്ന് ജനങ്ങളോട് സംഭാഷിക്കുന്ന അവസരത്തിൽ അവിടെ സന്നിഹിതരായിരുന്ന ആളുകളിൽ, പ്രത്യേകിച്ച് സ്ത്രീകൾ ഇരിക്കുന്ന ഭാഗത്ത് കൂനിയായിട്ടുള്ള ഒരു സ്ത്രീയെ കണ്ട് കർത്താവ് അവളെ തൻ്റെ അടുക്കിലേക്ക് വിളിച്ചു. അവളുടെ ദേഹത്ത് അവൾക്ക് കൂനുണ്ടായിരുന്ന അവളുടെ ശരീരത്തിൽ കൈവച്ച് അവളെ നിവരുമാറാക്കി നേരെ നിന്ന് സംഭാഷിക്കുവാൻ തക്കവണ്ണം സൗഖ്യം നൽകി. ആരാധന മറ്റുള്ളവർക്ക് ഔഷധമായിട്ട് തീരണം. ഇതിൻ്റെ ഒരു സാക്ഷാത്കാരമാണ് ശാന്തിഗിരി ആശ്രമത്തിലൂടെ സാധ്യമായി തീർന്നിരിക്കുന്നത് എന്ന് പറയുന്നതിനായിട്ട് എനിക്ക് താല്പര്യമുണ്ട്. ശാന്തിഗിരി ഈസ് തിരുമേനിസ് ഡ്രീം പ്രോജക്റ്റ്. അതിനായിട്ട് ഈ സ്ഥലം കാണുകയും അതിനുള്ള ധനം സമാഹരിക്കുകയും ഈ സ്ഥലം വാങ്ങിയ അവസരം മുതൽ എന്താണ് തൻ്റെ മനസ്സിൽ ഈ സ്ഥലത്തെക്കുറിച്ച് ഉണ്ടായിരുന്ന ഒരു ഡിസൈൻ, അത് ഓരോ സമയത്തുകൂടെ വെളിപ്പെടുത്തുന്നതിനായിട്ട് താല്പര്യപ്പെടുകയും ചെയ്തു. എ പ്ലേസ് ഫോർ പീസ് ആൻഡ് ഹാർമണി, എ സെന്റർ ഫോർ മെഡിറ്റേഷൻ. ഈ സ്ഥലത്തെക്കുറിച്ച്, ശാന്തിഗിരിയെക്കുറിച്ച് തിരുമേനി പറഞ്ഞിട്ടുള്ളതും രേഖപ്പെടുത്തിയിട്ടുള്ളതും വെളിപ്പെടുത്തിയതുമായിട്ടുള്ള ഒരു സംഗതിയാകുന്നു അത്. ഇന്ന് നാം ചിന്തിക്കുന്നത് തന്നെ ഹാർമോണിയസ് ലിവിങ് ഇൻ ദ പാൻഡമിക് കോണ്ടെക്സ്റ്റ് എന്നുള്ള വിഷയമാണ്. നാം ജീവിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് എല്ലാവരോടും ചേർന്ന് രമ്യപ്പെട്ട് സന്തോഷകരമായി സമാധാനപരമായി ജീവിക്കാനായിട്ട് ഇടയായി തീരുന്നത് എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു സ്ഥലമാണ് ശാന്തിഗിരി ആശ്രമം. അതുകൊണ്ട് അതിനുവേണ്ടി തിരുമേനി ഇവിടെയുള്ള ലാൻഡ് ഡെവലപ്പ് ചെയ്തു, ഈ സെന്റർ അപ്രകാരം ആവിഷ്കരിച്ചു. ആൻഡ് ഹി ഡിഡ് എവറിത്തിങ് very gracefully. Grace is the power to see the vision of tomorrow in the darkness of today. Grace is the power to see the vision of tomorrow in the darkness of today. Taiwanese theologian-ആയിട്ടുള്ള C.S. സ്വാമി പറഞ്ഞതായിട്ടുള്ള ഒരു വാക്യമാണ് ഞാനിപ്പോൾ ഉദ്ധരിച്ചത്. എന്താണ് ഒരു സഭയെക്കുറിച്ച്, വിശ്വാസ സമൂഹത്തെക്കുറിച്ച് വിഭാവന ചെയ്യുവാൻ നമുക്ക് ഇടയാവേണ്ടത്? Church has the mission of community formation and community living. Church has the mission of community formation and community living. ഒരു ലോക്കൽ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി നാം എല്ലാവരും ജീവിക്കുമ്പോൾ എങ്ങനെയാണ് ആ പ്രദേശത്തുള്ള ജനത്തെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവരുവാൻ കഴിയുന്നത്, അവരെ ഒരുമിച്ച് നിർത്തി മുന്നോട്ട് ജീവിക്കാനായിട്ട് ഇടയാവുന്നത്? ഒരാളിൻ്റെ കണ്ണീരിലേക്ക് സ്വർഗം ഒഴുകി എത്തുവാൻ സഹായിക്കുന്ന ഒരു സംഘമാണ് സഭ എന്ന് ഞാൻ പറയുമ്പോൾ അത് നാം ജീവിക്കുന്ന പ്രാദേശിക തലവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്നതിനായിട്ട് നമുക്ക് ഇടയാവണം. ഇന്ത്യയിലും വിദേശത്തും നാം കണ്ടുവരുന്ന ഒന്നാണ് ഗുരുദ്വാര എന്ന് പറയുന്ന സിഖുകാരെ, പഞ്ചാബികളെ എല്ലാം ഒരുമിച്ച് കൂടുന്നതായിട്ടുള്ള സ്ഥലം. അതിൻ്റെ ഒരു പ്രത്യേകത, അതിൻ്റെ സംഘത്തിലുള്ള ആളുകൾ ഒരുമിച്ച് കൂടി വന്ന് കരസേവ ചെയ്യും. തങ്ങളാലാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ഉച്ചസമയത്ത് അവിടെ വരുന്ന എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുവാൻ തക്കവണ്ണം അവർ താല്പര്യപ്പെടും. അതെങ്ങനെ സാധ്യമായി തീരുന്നു എന്നത് ഒരു പക്ഷേ നമുക്ക് അത്ഭുതമായിട്ട് തോന്നാം. എന്നാൽ അത് ഒരു സാധാരണ സംഭവം പോലെ എല്ലാ ദിവസവും ചെയ്തു പോകുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരുന്നു എന്നത് വാസ്തവമാണ്. അമൃത്സറിലുള്ള ഗോൾഡൻ ടെമ്പിളിൽ
വന്നു പോകുന്നതായുള്ള സന്ദർശകർ എത്രയോ അധികമാണ്. തൊട്ട് നിന്നല്ലാതെ ആളുകൾക്ക് മുന്നോട്ട് നീങ്ങുവാൻ പാടില്ലാവണ്ണം ഏറെ സന്ദർശകർ ആ പ്രദേശത്ത് മുഴുവൻ വന്ന് നീങ്ങുന്നുണ്ട്. ആ അവസരത്തിൽ പോലും അവിടെ വരുന്ന ആളുകൾക്ക് വിശക്കുമ്പോൾ ഭക്ഷണം നൽകുവാൻ തക്കവണ്ണം അവരേറെ താല്പര്യപ്പെടുകയും അതിൻ്റെ അംഗങ്ങളായിട്ടുള്ളവർ, സ്നേഹിതരായിട്ടുള്ളവർ തങ്ങളുടെ സമയവും കഴിവും താലന്തും ഒക്കെ വേർതിരിച്ച് അതിനുവേണ്ടി പോയി നിന്ന് അധ്വാനിച്ച് ഇതെല്ലാം സാധ്യമാക്കി തീർക്കുകയും ചെയ്യും. ചിലർ വിഭവങ്ങളായിരിക്കും കൊടുക്കുന്നത്, ചിലർ വന്ന് പ്രവർത്തിക്കുകയായിരിക്കും, ജോലി ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്, ചിലർ പാചകം ചെയ്യുകയായിരിക്കും, ചിലർ അത് വിളമ്പിക്കൊടുക്കുകയായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുവാൻ വോളണ്ടിയർ ചെയ്ത് മുമ്പോട്ട് വരുന്നതായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരെ നമുക്ക് അവിടെ കാണുന്നതിനായിട്ടിടയാകുന്നുണ്ട്. ഞാൻ പറയും, ഇത് ഒരു സഭയുടെ പ്രത്യേകതയായിട്ട് ഇന്ന് ലോകത്തിൽ വെളിപ്പെടേണ്ടതായിട്ടുള്ള വസ്തുതയാണ്. ആരാധനയ്ക്കായിട്ട് ഒരുമിച്ച് ചേർന്ന് വരുവാൻ ആരാധനാലയം ഉണ്ടാകണം എന്നതോ ആരാധനയ്ക്ക് നേതൃത്വം നൽകുവാൻ വൈദികർ ഉണ്ടാകണം എന്നതോ ആരാധനയ്ക്ക് ചേർന്ന് വരുന്നതായിട്ടുള്ള ആരാധന സമൂഹം ഉണ്ടാകണമെന്നുള്ളതോ ഇതെല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളാണ്. എന്നാൽ അതിൽ മാത്രം നമ്മുടെ മനസ്സ് കുടുങ്ങിക്കിടന്നാൽ നമ്മൾ അന്തർമുഖികളായിട്ട് തീരുകയാണ്. നമ്മളെ അങ്ങനെ ഇൻട്രോവേർട്സ് ആയിട്ട് തീരുന്നതിനായിട്ടല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പിന്നെയോ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ദൈവസ്നേഹത്താൽ നിറഞ്ഞ് ദൈവത്താൽ പ്രേരിതരായി ഈ ലോകത്തിൽ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. ശാന്തിഗിരി ആശ്രമം ഡേ കൊണ്ടാടുന്നതായിട്ടുള്ള ഈ പ്രത്യേക സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ശാന്തിഗിരി പ്രഭാഷണമൊക്കെ കേൾക്കുന്നതിനായിട്ട് നാം ഒരുപ്പെടുന്ന സന്ദർഭത്തിൽ ശാന്തിഗിരി എന്തിനു വേണ്ടി ആരംഭിച്ചുവോ അത് തുടർന്ന് കൊണ്ടുപോകുവാൻ തക്കവണ്ണം സമർപ്പിതരായ, പ്രതിജ്ഞാബദ്ധരായ, തങ്ങളുടെ സമയവും കഴിവും താലന്തുകളൊക്കെ വിനിയോഗിക്കുന്ന ഒരുപറ്റം ആളുകൾ ഓരോ തലമുറയിലൂടെയും വളർന്നു വരുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരേണ്ടത് ആവശ്യമാണ്. We are thankful to the late Suffragan Metropolitan Dr. Zacharias Theophilus. He made the invisible visible, the intangible tangible, the incomprehensible comprehensible. ഇതെല്ലാം തൻ്റെ സ്വപ്നമായിട്ട് തൻ്റെ മനസ്സിൽ അങ്കുരിച്ച ചില ആശയങ്ങൾ എന്നുള്ള നിലയിലൊന്നാണ്. അത് ദൃശ്യാവിഷ്കാരം ഉളവാകുവാൻ തക്കവണ്ണം തൻ്റെ ജീവിതത്തിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും കാലഘട്ടത്തിൽ നിറവേറ്റുന്നതിനായിട്ട് ജീവിതം വിനിയോഗിച്ചതായിട്ടുള്ള ഒരു നേതൃത്വത്തെ അത്രേ സക്രിയാസ് തിരുമേനിയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇടയാവുന്നത്. ഇന്ന് ആ നല്ല പ്രചോദനങ്ങളൊക്കെ ഏറ്റുവാങ്ങി മുമ്പോട്ട് കൊണ്ടുപോകുവാൻ താല്പര്യപ്പെടുന്നതായാലും നമ്മിൽ ഉളവാകേണ്ടതായുള്ള സമർപ്പണത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നതിനായിട്ടാണ് ഞാൻ ശ്രമിച്ചത്. നമുക്കൊരു കാര്യം ഓർക്കാം, ദൈവം ചരിത്രത്തിൽ നിസ്സംഗതനല്ല. ഇപ്പോഴും എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതായൊരു ദൈവമാണ് നമുക്കുള്ളത്. ഇന്നലെയും ഇന്നും എന്നും എന്നേക്കും അനന്യനായിട്ടുള്ള ദൈവം. ജീർണമാക്കപ്പെട്ട സാമൂഹിക പരിസരങ്ങളിൽ ദൈവം നിശബ്ദനായിട്ടിരിക്കുകയില്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ അതാണ് നാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത്. വാചാലമായിരുന്നു, പ്രവർത്തന നിരതനായിരുന്നു, ദൈവരാജ്യം എല്ലാവർക്കും സമീപസ്ഥമാണ് എന്ന് പ്രഘോഷിച്ചിരുന്നു. അത് നിരസിക്കപ്പെട്ട, തള്ളപ്പെട്ട, ഇല്ല എന്ന് തങ്ങൾക്ക് പോലും തോന്നിയിട്ടുള്ള വ്യക്തികളോട് നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ ഇടമുണ്ട് എന്നത് പ്രഘോഷിക്കുവാൻ തക്കവണ്ണം കർത്താവായ യേശു ക്രിസ്തുവിൽ ഇടയായിട്ട് തിരികുകയും ചെയ്തു. അതുകൊണ്ട് ദൈവത്തിന്റെ വലിയ സ്നേഹവും ആർദ്രതയും മനസ്സലിവും എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൽ നാം കാണുമ്പോൾ അത് സാധ്യമായിട്ട് തീരുന്നത് തനിക്കുള്ളതിനെ ഷെയർ ചെയ്യുന്നതിനായിട്ട് താല്പര്യപ്പെട്ടു. അതുകൊണ്ടാണ് കെയറിങ് പോസിബിൾ ആയത്. കെയറിങ് ഈസ് പോസിബിൾ ഓൺലി where ഷെയറിങ് ഈസ് ഓൾസോ ഫൗണ്ട്. ദൈവം ഇടപെടൽ നടത്തുന്നുണ്ടായിരുന്നു. ഒരു പുതിയ നിർമ്മിതി സാധ്യമാക്കണം എന്നത് ദൈവം നമ്മുടെ ലോകത്തെ കുറിച്ചും ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ഹൃദയ നൊമ്പരത്തെ ഏറ്റുവാങ്ങി പ്രാവർത്തികമാക്കി തീർക്കുവാൻ തക്കവണ്ണം ഈ കാലഘട്ടത്തിൽ
വിളിച്ച് നിയോഗിക്കപ്പെട്ട ദൈവമക്കളാണ് നാം എല്ലാവരും എന്നത് പ്രത്യേകമായിട്ട് ഓർക്കാം. If you believe in God, remember that God's incarnation, Jesus Christ, and our becoming are interrelated. ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയുന്നത് നമ്മിലെല്ലാം യാഥാർത്ഥ്യമാണ്. കർത്താവായ യേശുക്രിസ്തുവിലൂടെ ദൈവത്തെ കാണുവാൻ, അറിയുവാൻ നമുക്ക് മനസ്സിലായി തീർന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൽ വെളിപ്പെട്ടതായുള്ള ദൈവത്തെ നമുക്ക് ഗ്രഹിക്കാനായിട്ട് ഇടയായിട്ട് തീരുന്നത് ഇന്ന് നാം ആയിരിക്കുന്ന നിലയിൽ നിന്ന് എന്തായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ആ നിലയിലേക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ബിക്കമിങ് ഉണ്ട്. ആ ബിക്കമിങ്ങിലൂടെയാണ് അത് സാധ്യമാകുന്നത് എന്ന് ഓർത്തിരിക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ യാതൊരു വ്യത്യാസം കൂടാതെ ഒരു അനങ്ങാപ്പാറയായിട്ടിരിക്കുന്നതിനായിട്ട് നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവത്തെ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ കഴിയുകയില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നതിനായിട്ട് ശ്രമിച്ചത്. ജീൻ വാനിയർ ലാ ആർക്കെ കമ്മ്യൂണിറ്റിയുടെ ഫൗണ്ടർ ഇപ്രകാരം കുറിക്കുകയുണ്ടായി: When people love each other, they are content with very little. When we have light and joy in our hearts, we don't need material wealth. The most loving communities are often the poorest. If our own life is luxurious and wasteful, we can't approach poor people. If we love people, we want to identify with them and share things with them. എന്താണ് ദൈവ സ്നേഹത്തെ അറിഞ്ഞ് അന്യോന്യം സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് എന്നതിലേക്കുള്ള ഒരു ചൂണ്ടുവിരലാണ് ഈ വാക്യങ്ങളിലൂടെ നമുക്ക് കാണുവാനായിട്ട് ഇടയാവുന്നത്. ഇന്ന് നമ്മളുടെ പ്രാദേശിക തലത്തിൽ ഉള്ള സമൂഹത്തെ ഒന്ന് അനലൈസ് ചെയ്ത് വേണ്ട വിധത്തിൽ അവരെയൊക്കെ കാണുവാനായിട്ട് നമുക്ക് ഇടയായിട്ട് തീരുന്നുണ്ടോ? അങ്ങനെ തീരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കും. അസ്വസ്ഥമാക്കുന്നത് ചില നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക്, സൃഷ്ടിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നതിന് നമ്മെ സഹായിക്കുന്നതായിട്ടുള്ള ഒന്നാകും. നമ്മുടെ ജീവിതത്തെ തന്നെ ഒന്ന് സെറ്റിൽ ചെയ്യുന്നതിന് ആണ് അത് മുഖാന്തരമായിട്ട് തീരുന്നത്. ഡിട്രോണമി 23:24, ആവർത്തന പുസ്തകം 23-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: If you go into your neighbor's vineyard, you may eat your fill of grapes, as many as you wish, but you shall not put any in your bag. ഒരു കാലഘട്ടത്തിൽ തങ്ങൾക്കുണ്ടായിരുന്ന സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ കണ്ടിരുന്നു എന്നത് ആവർത്തന പുസ്തകത്തിലൂടെ നാം വായിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മുന്തിരി വിളഞ്ഞു കിടക്കുന്നതായിട്ടുള്ള ഫീൽഡിലേക്ക് വിശക്കുന്നവരായ നാം കടന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ വിശപ്പ് മാറ്റുന്നതിന് മുന്തിരി പറിച്ച് തിന്നുന്നതിനായിട്ടുള്ള അനുവാദം ആ കാലഘട്ടത്തിലും ആ സമൂഹം നൽകിയിരുന്നു. എന്നാൽ നമുക്ക് വിശപ്പ് മാറ്റുന്നതിന് അധികമായിട്ട് എൻ്റെ ബാഗ് കൂടെ നിറച്ചുകൊണ്ട് പോകണം എന്ന് പറഞ്ഞ് മുന്തിരി പറിക്കുന്നതിനായിട്ടുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല എന്നത് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എവിടെയാണ് യേശു പറയേണ്ടത്, എവിടെയാണ് നോ പറയേണ്ടത്, എവിടെയാണ് അതിർത്തി നിർണ്ണയിക്കേണ്ടത്, എവിടെയാണ് വേലിക്കെട്ടുകൾ മാറ്റി നിർമ്മിക്കുവാൻ കൊണ്ട് നമുക്ക് ഇടയായിട്ട് തീരേണ്ടത്? ഈ ഒരു വിശാലമായുള്ള ദർശനത്തിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുപോകുന്നതായിട്ടുള്ള ഒരു സ്ഥലമാണ് ശാന്തിഗിരി ആശ്രം എന്ന് ഞാൻ പറയുന്നതിനായിട്ട് താല്പര്യപ്പെടുന്നു. അതുകൊണ്ട് ഈ ആശ്രം ഡേ കൊണ്ടാടുന്നതായിട്ടുള്ള ഈ ദിവസം അതിൻ്റെ അർത്ഥതലങ്ങൾ ശരിയായി ഗ്രഹിച്ച് ഈ കാലഘട്ടത്തിൽ അത് അന്വർത്ഥമാക്കുവാൻ, പ്രാദേശിക സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അർത്ഥങ്ങളൊക്കെ ഗ്രഹിപ്പാൻ നമുക്ക് എല്ലാവർക്കും ഇടയായിട്ട് തീരട്ടെ എന്നത് ഞാൻ ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വിഷയം ഹാർമോണിയസ് ലിവിങ് വിത്തിൻ ദ പാൻഡമിക് കോണ്ടെക്സ്റ്റ് എന്നുള്ളതാണ്. അത് ഡോക്ടർ ശശി തരൂരാണ് നമ്മൾ സംഭാഷിക്കുവാനായിട്ട് പോകുന്നത്. നമുക്ക് കാതുകളെ കൂർപ്പിക്കാം, കേൾക്കുന്നതിനായിട്ട് ശ്രമിക്കാം. കേൾക്കുന്നത് നല്ല നിലത്തെ വിതയ്ക്കപ്പെട്ട വിത്ത് പോലെ 30, 60, 100 ഫലം നൽകുവാൻ സഹായമായി തീരട്ടെ.
എന്നുള്ള പ്രാർത്ഥനയോടും ആശംസകളോടും കൂടെ ആദരണീയനായ ഡോക്ടർ ശശി തരൂർ MBA പ്രഭാഷണത്തിനായിട്ട് ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം, ഞാൻ ശശി തരൂർ. വലിയ അഭിമാനത്തിൽ സന്തോഷത്തോടെയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ ഈ 27ാമത്തെ ശാന്തിഗിരി ലെക്ചർ, ശാന്തിഗിരി ട്രസ്റ്റിന്റെ ഈ ശാന്തിഗിരി ലെക്ചർ നിങ്ങൾക്ക് ഇന്ന് തരുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം പറയുമ്പോൾ എനിക്ക് ഇന്ന് സല്യൂട്ട് ചെയ്യാനുള്ളത് നിങ്ങളുടെ ചെയർമാൻ, ഹിസ് ഗ്രേസ് ദ മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ തിയോഡോസിയസ് മാർ തോമ മെട്രോപൊളിറ്റൻ. അദ്ദേഹത്തിന്റെ ക്ഷണം കേട്ടിട്ടാണ് ഞാൻ ഇത്ര സന്തോഷത്തോടെ വന്നത്. വൈസ് ചെയർമാൻ റൈറ്റ് റെവറൻഡ് ഡോക്ടർ ഐസക് മാർ ഫിലോക്സനോസ്, ട്രസ്റ്റി ഡോക്ടർ എബ്രഹാം മാർ പൗലോസ്, ഫാദർ ബീനു സാമ്യുവൽ, ഇവിടുത്തെ എല്ലാ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ഈ ശാന്തിഗിരി ട്രസ്റ്റിനും എൻ്റെ നമസ്കാരം. ഈ ടോപ്പിക് ശാന്തിഗിരി ട്രസ്റ്റാണ് തെരഞ്ഞെടുത്തത്, ഹാർമോണിയസ് ലിവിങ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ കോവിഡ് പാൻഡമിക്. ഈ ഹാർമോണിയസ് ലിവിങ് ശരിക്കും നമ്മൾക്ക് പല വിധത്തിലും കാണാൻ സാധിക്കും. നമ്മളുടെ ഇടയിൽ സാമൂഹ്യത്തിനകത്തുള്ള ഹാർമോണിയസ് ലിവിങ്ങും ലോകത്തിൽ അന്താരാഷ്ട്രീയ മേഖലയിൽ എങ്ങനെയാണ് രാജ്യങ്ങൾ ഒരുമിച്ച് ഹാർമോണിയസ്ലി ജീവിക്കാൻ സാധിക്കും. അത് നോക്കുമ്പോൾ ശരിക്കും നമ്മൾക്കിപ്പോൾ കാണുന്നത് വി ആർ സീയിങ് ദ റൈസ് ഓഫ് എ മോർ സ്ട്രാറ്റിഫൈഡ് ആൻഡ് ഹോസ്റ്റൈൽ ഗ്ലോബൽ ഓർഡർ. ഈ കോവിഡ് മഹാമാരിയുടെ മുമ്പിൽ തുടങ്ങിയതായിരുന്നു ഒരു ബാക്ക്ലാഷ്, ഗ്ലോബലൈസേഷന്റെ എതിർ ബാക്ക്ലാഷ്. എന്താ കാരണം? ഗ്ലോബലൈസേഷന്റെ വഴിക്ക് വിന്നേഴ്സും ലൂസേഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ പലവരും, പ്രത്യേകിച്ച് ഈ ഡെവലപ്ഡ് രാജ്യങ്ങൾ, അമേരിക്കയിലും ഇംഗ്ലണ്ടിലും അങ്ങനെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ, അവർ പറഞ്ഞു എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ജോലികൾ ഷങ്കായിലും ബാംഗ്ലൂരിലേക്കും അയച്ചു കൊടുത്തിരിക്കുന്നത്? അപ്പോ ഈ ഗ്ലോബലൈസേഷന് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ സ്വന്തം നേതാക്കളെ നമ്മൾ തോൽപ്പിച്ചിട്ട് വേറെ നേതാക്കളെ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നാൽ അവർ നമ്മളെ സംരക്ഷിക്കും. ആ വിശ്വാസത്തിൽ, ആ ബാക്ക്ലാഷോടെ അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപും മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ മുദ്രാവാക്യം വെച്ചിട്ടും, ഇംഗ്ലണ്ടിലെ ബോറിസ് ജോൺസണും പല യൂറോപ്യൻ രാജ്യങ്ങളിലും അതുപോലുള്ള നേതാക്കള്, ബ്രസീലില് ബോൾസൊനാറോ, ടർക്കിയില് എർദവാൻ, ഇവരെല്ലാവരും പറയാൻ തുടങ്ങി നമ്മൾക്ക് ഈ ഗ്ലോബലൈസേഷൻ പറഞ്ഞാൽ നമ്മുടെ സ്വന്തം രാജ്യം സിന്ദാബാദ്. അതാണ് അവരെല്ലാവരുടെയും ആവശ്യമുണ്ടായിരുന്നത്. അപ്പൊ അതിന് ഒരു മെജോറിറ്റേറിയനിസം ആൻഡ് പോപ്പുലിസം എല്ലാവിടെയും നടക്കുന്നുണ്ട്. ഇത് പ്രത്യേകിച്ച് ഈ ശക്തമായി പ്രവർത്തിക്കാൻ കഴിവ് കാണിക്കുന്ന സ്ട്രോങ് മെനിന്റെ ഒരു കാലമായി മാറി വന്നു. ഈ കോവിഡ് പാൻഡമിക് വന്നപ്പോൾ, ഈ മഹാമാരി വന്നപ്പോൾ അതിനെ ശരിക്ക് ഇന്റൻസിഫൈ ചെയ്യാനുള്ള ഒരു അവസരമായി മാറി വന്നു. Countries tending to be more isolationist in their worldview has been a future. എന്താ കാരണം? അവരൊക്കെ പറഞ്ഞു, നോക്കൂ, ഈ സമയത്ത് ഈ വൈറസ് ശരിക്കും നമ്മൾ ഒരു വഴിക്ക് നോക്കുകയാണെങ്കിൽ, നിങ്ങൾ എല്ലാവർക്കും അറിയാം, ഞാൻ 29 വർഷം ഐക്യരാജ്യസഭയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അപ്പൊ എനിക്ക് ഇങ്ങനൊരു മഹാമാരിയെ കാണുമ്പോൾ ഞാൻ ഉടനെ പറയും, ഈ വൈറസ് ബോർഡറിനെ ബഹുമാനിക്കുന്നില്ല, മതത്തിനെ റെസ്പെക്ട് ചെയ്യുന്നില്ല, ഓരോരു മനുഷ്യന്റെ ഇടയിലുള്ള വ്യത്യാസങ്ങളെ തീരെ കൂട്ടാക്കുന്നില്ല. വൈറസ് എല്ലാവരെയും ഒരുമാതിരി എഫക്ട് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾക്ക് ഒരുമാതിരി എല്ലാവരും കൂടിയിട്ടല്ലേ ഒരു മറുപടി, ഒരു ഉത്തരം കണ്ടുപിടിക്കേണ്ടതാണ്. അതാണ് ഒരു ഐക്യരാജ്യസഭക്കാരന്റെ ഒരു ഉത്തരം. പക്ഷെ അതല്ല സംഭവിച്ചത്. എന്തു പറ്റിയേ? പലവരും പറഞ്ഞു, നോക്കൂ, നമ്മളെ സംരക്ഷിക്കാൻ നമ്മളുടെ സ്വന്തം സർക്കാരുകളെ ഉള്ളൂ. അതുകൊണ്ട് നമ്മളുടെ സർക്കാരുകൾ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യണം, നമ്മളെ ഷീൽഡ് ചെയ്യണം. ഈ ഗ്ലോബൽ സപ്ലൈ ചെയിൻസിലൊക്കെ നമ്മൾ ഡിപ്പെൻഡന്റ് ആയിരുന്നത് നമ്മൾക്കാ നഷ്ടം. ഉദാഹരണം, ജാനുവരി അവസാനമാകുമ്പോഴേക്കും ചൈനയിൽ ഷട്ട് ഡൗൺ ആയി. വുഹാനിലല്ലേ ഈ വൈറസ് ആരംഭിച്ച, അവർ ചൈന ഷട്ട് ഡൗൺ ചെയ്തു, അവിടുന്ന് എക്സ്പോർട്ട് വന്നില്ല. ഉടനെ എന്താണ് ഇന്ത്യ കണ്ടുപിടിച്ചത്? നമ്മളുടെ ലോകപ്രസിദ്ധമായ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലത്തെ അതിന്റെ അകത്ത് കയറുന്ന ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ്, മരുന്ന് ഉണ്ടാക്കാനുള്ള എലിമെന്റ്സ് 75% നമ്മൾ ചൈനയിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ചൈന ഇമ്പോർട്ട് നിർത്തിയപ്പോൾ നമ്മളുടെ സ്വന്തം ഇൻഡസ്ട്രി തന്നെ നഷ്ടപ്പെട്ടു. അമേരിക്കയില് തലവേദനയ്ക്ക് വേണ്ടി എല്ലാം വെച്ച് ഫേവറേറ്റ് മരുന്ന് ആഡ്വിൽ എന്നാണ്. അത് ഐബ്യൂപ്രോഫൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിലെ ബ്രൂഫന്റെ പേരിൽ കിട്ടും. അമേരിക്ക കണ്ടുപിടിച്ചു 100% ചൈനയിൽ നിന്നാണ് അവർ ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ആൾക്കാർ പറയാൻ തുടങ്ങി, എന്താണ് ഈ ഗ്ലോബൽ സപ്ലൈ ചെയിൻ വെച്ചാൽ നമ്മളുടെ വൾനറബിലിറ്റിയാണ് കൂടുക, അതുകൊണ്ട് നമുക്ക് നമ്മളുടെ സ്വന്തം രാജ്യം മതി. ഈ സപ്ലൈ ചെയിനും ഈ മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ ലൈൻസ് ഒക്കെ നമ്മളുടെ രാജ്യത്തേക്ക് തിരിച്ചു കൊണ്ടുവരണം. അതാണ്
അപ്പോ ഈ അന്താരാഷ്ട്രീയ മേഖലയിലത്തെ ഒരു ഡി എംഫസിസും ഗ്ലോബലൈസേഷൻ വേണ്ട വെച്ച് ഒരു ഡി ഗ്ലോബലൈസേഷന്റെ ഒരു ടെൻഡൻസിയാണ് ആരംഭിച്ചത്. കാരണം ആൾക്കാർ പറയാൻ തുടങ്ങി, ഈ സ്ഥിതിയിൽ നമുക്ക് നമ്മുടെ രാജ്യങ്ങൾ നോക്കണം, നമ്മുടെ രാജ്യക്കാരെ നോക്കണം, നമുക്ക് വേറെ രാജ്യങ്ങളെ കുറിച്ച് ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. എന്തായാലും ആദ്യത്തെ സമയം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, തുടക്കത്തിൽ എല്ലാ രാജ്യങ്ങളിലും മാസ്കിന്റെ ഷോർട്ടേജ് ഉണ്ടായിരുന്നു, PPE എന്ന് പറഞ്ഞ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റ് ഷോർട്ടേജ് ഉണ്ടായിരുന്നു, മരുന്നുകളുടെ ഷോർട്ടേജ് ഉണ്ടായിരുന്നു. ഒരു സമയത്തിൽ ട്രംപും അമേരിക്കക്കാരും വിശ്വസിച്ചു ഹൈഡ്രോക്ലോറോക്സിൻ നല്ലൊരു ഗുണം കിട്ടുമെന്ന്. അതിന്റെ 75% മാനുഫാക്ചറിങ് ഇന്ത്യയിലാണ്. അപ്പൊ ട്രംപ് നരേന്ദ്രമോദിയെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ തന്നാൽ ഞങ്ങൾക്ക് വലിയ നന്ദി ഉണ്ടാകും, തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എതിരെ ഞങ്ങൾ ആക്ഷൻ എടുക്കും. അങ്ങനെ ഒരു നമ്മളുടെ ജനങ്ങളെ സംരക്ഷിക്കാൻ ഒരു ആവശ്യമായിട്ടാണ്. അവിടെ ഹാർമോണിയസ് ലിവിംഗ് ഒന്നും ഇല്ല, അതിൽ സ്വന്തം കാര്യമാണ് എല്ലാ രാജ്യങ്ങളും സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ഇപ്പൊ കൂടി പറയട്ടെ, ഈ ആഴ്ചയിലത്തെ വാർത്ത വായിക്കുകയാണെങ്കിൽ ഈ വാക്സിൻ സപ്ലൈസിന് വേണ്ടിയിട്ടും രാജ്യങ്ങൾ അവരുടെ സ്വന്തം ജനങ്ങൾക്കാണ് ആദ്യത്തെ പ്രയോറിറ്റി കൊടുക്കുന്നത്. അമേരിക്കയും ബ്രിട്ടനും കാനഡയും നല്ല പണമുള്ള രാജ്യങ്ങൾ ഉള്ള വാക്സിൻ സപ്ലൈസിനെയൊക്കെ അവരുടെ സ്വന്തം ജനങ്ങൾക്ക് വേണ്ടി കോൺട്രാക്ട് ഇറക്കി കഴിഞ്ഞിട്ട് പണം കൊടുത്തു കഴിഞ്ഞു. അതിന്റെ അർത്ഥം ഈ ഫൈസർ എന്ന് പറഞ്ഞ കമ്പനിയോ മൊഡേർണ എന്ന് പറഞ്ഞ കമ്പനി ജർമ്മനിയിൽ ഉണ്ടാക്കിയ ഒരു പുതിയൊരു വാക്സിൻ ഉണ്ട്, ഇവരെല്ലാവരും കൊടുക്കുന്നത് നല്ല പണം തരാൻ തയ്യാറായ രാജ്യങ്ങൾക്കാണ്. അവർ ആ പണം ചെലവാക്കുന്നത് അവരുടെ സ്വന്തം നാഷണൽസിന് വേണ്ടി മാത്രമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്ഥിതിയിൽ നമ്മുടെ സ്വന്തം പ്രധാനമന്ത്രി ആത്മനിർഭരത്തെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സ്ഥിതിയിൽ ആരാണ് ഈ അന്താരാഷ്ട്ര മേഖലയിൽ അന്യന സൗഹൃദം കാണിച്ചിട്ട് ഹാർമോണിയസ് ലിവിങ്ങിനെ കുറിച്ച് ചിന്ത ചെയ്യുന്നത്? ഒരു വിധത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ഭാരതത്തിന്റെ ഉദ്ദേശം എന്നിട്ടും ഒരുമാതിരി ഒരു മര്യാദ ഉദ്ദേശമാണ്. കാരണം നമ്മളാണ് ഇതുവരെ ഈ മഹാമാരിയുടെ മുമ്പിൽ ലോകത്തിലത്തെ എല്ലാം വെച്ച് വലിയ വാക്സിൻ മാനുഫാക്ചറേഴ്സ്, ലോകത്തിലത്തെ എല്ലാ വാക്സിനിന്റെ 60% മാനുഫാക്ചറിങ് ഇന്ത്യയിലാണ്. അപ്പോ അങ്ങനെ ആയ സ്ഥിതിയിൽ എല്ലാ രാജ്യങ്ങളും നമ്മളുടെ അവിടെ നോക്കുമ്പോൾ നമ്മൾക്ക് തന്നെ പൂനെയിലത്തെ സീറം ഇൻസ്റ്റിറ്റ്യൂട്ടില് 1 ബില്യൺ വാക്സിൻസ് ഒരു കൊല്ലം ഉണ്ടാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അതിലത്തെ പകുതി നമ്മൾ ഇന്ത്യക്കാർക്ക് വേണ്ടി എടുത്തു വെച്ചിട്ട് ബാക്കി പകുതി വേറെ രാജ്യങ്ങൾക്കും പ്രത്യേകിച്ച് പാവപ്പെട്ട രാജ്യങ്ങൾക്ക് അവർ ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. അത് സത്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു, അതാണ് ഞാൻ വായിച്ചിരിക്കുന്നത്. നാളെ അത് യാഥാർത്ഥ്യമായി വന്നാൽ എനിക്കും ഒരു അഭിമാനം തോന്നും ഒരു ഇന്ത്യക്കാരനായിട്ട്. അഥവാ നമ്മളത് ചെയ്തിട്ടില്ല, നമ്മുടെ ആൾക്കാർ എന്നെ ആദ്യം സംരക്ഷിക്കണം അമേരിക്കക്കാരെ പോലെ പറഞ്ഞാൽ അതൊരു നാണക്കേടായിരിക്കും. അത് ഹാർമോണിയസ് ലിവിങ്ങിന്റെ ഒരു ഉദാഹരണമായിരിക്കും. വേറെ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, തുടക്കത്തിൽ ഇങ്ങനൊരു മഹാമാരി വരുമ്പോൾ നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടി ഇതിനെ കൺഫ്രണ്ട് ചെയ്യണം, ഇതിനെ ഫേസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഏതാണ് അന്താരാഷ്ട്രീയ മേഖലയിലത്തെ എല്ലാം വെച്ച് പ്രധാനപ്പെട്ട സ്ഥാപനം? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, WHO. പക്ഷെ ഈ WHO-നെ ശക്തി കൊടുക്കുന്ന പകരം പ്രസിഡന്റ് ട്രംപിന്റെ അമേരിക്ക WHO-നെ കുറെ ആക്ഷേപിച്ചിട്ട് ആ ഓർഗനൈസേഷനെ വിട്ടു. അവർ പിൻവലിച്ചിട്ട് അമേരിക്ക ഇനി മെമ്പർ ആയിരിക്കില്ല എന്ന് പറഞ്ഞ് അവര് ഓഫീസിനെ അടച്ചവർ ഇറങ്ങിയവർ. ഇപ്പൊ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ജോ ബൈഡൻ പറയുന്നു അദ്ദേഹം അതിനെ മാറ്റും, അമേരിക്ക തിരിച്ചു പോകും. അത് നല്ല കാര്യമായിരിക്കും. കാരണം ഇങ്ങനെ ഒരു വഴിക്ക് നമ്മളുടെ സ്വന്തം കാര്യങ്ങൾ മാത്രം മുന്നോട്ട് വെച്ചിട്ട് അന്താരാഷ്ട്ര മേഖലയിലത്തെ സഹോദര്യത്തിനെയും സൗഹൃദത്തിനെയും നമ്മൾ വേണ്ട വെച്ചു കഴിഞ്ഞാൽ ഹാർമോണിയസ് ലിവിംഗ് പോട്ടെ, ഈ ലോകത്തിന്റെ ഭാവി തന്നെ എന്തായിരിക്കും എന്ന് ഒരു ചോദ്യം ചോദിക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് ഞാൻ ഗ്ലോബൽ ലെവൽ അന്താരാഷ്ട്ര മേഖലയിൽ പറയാനുള്ളത്. there's been a departure from the ideas of international cooperation. ഞാൻ കോഫി ആനന്റെ ഒപ്പം പ്രവർത്തിക്കുമ്പോൾ we used to speak of problems without passports. ചില പ്രോബ്ലംസ് അത് പിന്നെ എയ്ഡ്സും കോവിഡും അങ്ങനെയുള്ള ഡിസീസസ്, ഒന്ന് ഡ്രഗ് അബ്യൂസ് കൺട്രോൾ, വേറൊന്ന് എൻവയറമെന്റൽ ഇഷ്യൂസ്, മൂന്നാമത്തത് ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂസ്, നാലാമത്തത് ഇങ്ങനെയുള്ള പല പല വിഷയങ്ങൾ ബോർഡേഴ്സിനെ റെസ്പെക്ട് ചെയ്യില്ലല്ലോ. ഇതെല്ലാം global issues are. So we call them problems without passports, and we wanted to find for them solutions that required blueprints without borders. Adinde pagaram, instead of facing that many of the problems facing the world transcend the immediate priorities of any individual country and actually affect all of humanity,
അതിന്റെ പകരം നമ്മൾ കാണുന്നത് പലരും പറയുന്നു ഞങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ മാത്രമേ നമ്മൾ നോക്കുള്ളൂ, ഞങ്ങളുടെ ജനങ്ങളാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം, നിങ്ങളൊക്കെ പോയിട്ട് നിങ്ങളുടെ പാടും കണ്ടുള്ളൂ. ആ വഴി നമ്മളുടെ അന്താരാഷ്ട്രീയ മേഖലയിൽ ഒരു ഭയങ്കര ഒരു നെഗറ്റീവ് ട്രെൻഡായിട്ടും ഹാർമോണിയസ് ലിവിങ് വരാതെ മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയായിട്ട് ഞാൻ കാണുന്നു. അതിൻ്റെ എതിരെ നമ്മളും നമ്മുടെ സ്വന്തം രാജ്യത്തിന്റെ സർക്കാരും നമ്മളുടെ നെയ്ബേഴ്സിന്റെ ഒപ്പവും വേറെ രാജ്യങ്ങളുടെ ഒപ്പം നമ്മൾ സംസാരിച്ചിട്ട് അന്താരാഷ്ട്രീയ മേഖലയിലെ മൾട്ടിലാറ്ററലിസത്തിനെ വീണ്ടും ആവർത്തിച്ചിട്ട് ഒരു ഹാർമോണിയസ് ലിവിങ്ങിനെ പ്രൊമോട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഉപദേശം. പിന്നെ നമ്മുടെ സ്വന്തം സമൂഹം നമുക്ക് നോക്കേണ്ടി വരും. അറ്റ് എ സൊസൈറ്റൽ ലെവൽ, ഹൗ ഡു വി പ്രൊമോട്ട് ഹാർമോണിയസ് ലിവിങ്? നമ്മൾ കണ്ടിട്ടുണ്ട് ഈ സമയത്തിൽ കോവിഡ് മഹാമാരി വന്ന ശേഷം ചില നെഗറ്റീവ് ട്രെൻഡ്സ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായത് തന്നെ ഇപ്പോൾ കുറച്ചും കൂടി മോശമായി മാറി വന്നിട്ടുണ്ട്. ഞാൻ അന്താരാഷ്ട്രീയ മേഖലയിലും അതന്നെ പറഞ്ഞു. പക്ഷെ നമ്മൾക്കറിയാം, there is a new divisive narrative in our country in which there has been a tendency to divide Indians on the basis particularly of community, religious community. അത് ഈ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് വന്നപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടു, മുസ്ലിം സമുദായത്തിന് അംഗമാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വരേണ്ട, നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നൊരു സന്ദേശം നേരിട്ട് സർക്കാർ പ്രഖ്യാപിച്ചു. ഒരേ സമയത്ത് അവർ പറഞ്ഞു ഈ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് കഴിഞ്ഞ ശേഷം ഒരു നേഷൻ വൈഡ് NRC, നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് കൊണ്ടുവരും. അതില് തെളിവില്ലാത്തവർക്ക് ഭാരതീയ പൗരനായിട്ട് ഇരിക്കാനുള്ള അവകാശം കൊടുക്കില്ല. അപ്പൊ ഈ ആർക്കാണ് തെളിവുള്ളത്? നമ്മുടെ രാജ്യത്തിൽ എല്ലാ മനുഷ്യനും ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? മോദി സർക്കാരിന് അകത്തൊരു മന്ത്രിക്കും കൂടി പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത കാരണം കോടതി കേസൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പാർസിയിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ, ഒരു മുസ്ലിം ബസ്തിയിൽ താമസിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ജന്മ സർട്ടിഫിക്കറ്റും അദ്ദേഹത്തിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും ജന്മ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, കിട്ടുമോ? ഒരു തെളിവില്ല. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയെ കണ്ട് ചോദിച്ചാല് അദ്ദേഹം പറയും, നോക്കൂ, എനിക്ക് എന്റെ ജീവിതത്തിൽ എന്താണ് ഈ ജന്മ സർട്ടിഫിക്കറ്റ് ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞാല് അത് ഞങ്ങൾക്ക് എങ്ങനെ അറിയും നിങ്ങൾ ബംഗ്ലാദേശിൽ നിന്നല്ല വന്നിരിക്കുന്നത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡ് എടുക്കും, നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് എടുക്കും, നിങ്ങൾക്ക് വോട്ട് ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ നമ്മളുടെ രാജ്യത്തിൽ നടക്കാൻ പോകുന്നത് ഒരു അന്യായമായി മാറി വരുന്നതാണ് ഞാൻ കാണുന്നത്. പക്ഷെ ഈ കോവിഡ് മഹാമാരി വന്നപ്പോൾ അതുമീതെ ഇത് ഇന്റൻസിഫൈ ചെയ്തു. കാരണം ഇതിന്റെ എതിര് നടത്തേണ്ടായിരുന്ന പിന്നെ പ്രതിഷേധവും ധർണകളും ഒക്കെ നിൽക്കേണ്ടി വന്നു കോവിഡ് ലോക്ക്ഡൗൺ സമയത്ത്. അപ്പൊ ഷാഹീൻ ബാഗില് ഇരുന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യുണ്ടായിരുന്ന പാവപ്പെട്ട പ്രായമുള്ള കഴിവിമാരെന്നും കൂടി മുത്തശ്ശിമാര് അവർക്ക് മാറേണ്ടി വന്നു. പക്ഷേ അതെല്ലാം പോട്ടെ, ഈ കോവിഡ് മഹാമാരിയുടെ ആദ്യത്തെ സ്പ്രെഡ് കണ്ടിട്ട് മുസ്ലിം സമുദായത്തിന്റെ ഈ വിഷയത്തിലും വലിയൊരു ആക്ഷേപമുണ്ടായി. തബ്ലീഗി ജമാഅത്ത് എന്ന് പറഞ്ഞ മുസ്ലിം സെക്ട് ഡൽഹിയിൽ കൂടിയ ശേഷം അവിടെ വന്ന് ഈ കോൺഫറൻസ് നടത്തിയവര് ഡൽഹി വിട്ടിട്ട് അവര് സ്വന്തം നാടിലും ഗ്രാമത്തിലൊക്കെ പോയ ശേഷം അവര് കോവിഡിനെ കൊണ്ടുപോയിട്ട് എല്ലാവിടെയും പകർത്തി എന്നാണ് സർക്കാർ പറഞ്ഞത്. അത് സത്യമാണോ അല്ലയോ? പലവരും മുസ്ലിം ആവാതെ തന്നെ അവർക്കും ഇതുപോലെ ഓരോരു ചടങ്ങിൽ കൂടാനുള്ള അവസരം ഉണ്ടായിട്ട് ഒരേ സമയത്ത് നമ്മുടെ സ്വന്തം പാർലമെന്റ് മാർച്ച് 24 വരെ നടന്നു. മധ്യപ്രദേശിൽ സർക്കാരിനെ വീഴ്ത്താൻ വേണ്ടിയിട്ട് അവിടുത്തെ ലെജിസ്ലേറ്റീവ് അസംബ്ലി നടക്കുക തന്നെ വേണം, അവിടെ കോൺഫറൻസ് ബോർഡ് നടക്കണമെന്ന് BJP സർക്കാർ തന്നെ നിർബന്ധിച്ചു. അപ്പൊ അങ്ങനെ ഒരു സ്ഥിതിയിൽ ഒരു സമുദായത്തിന്റെ ഒരു കോൺഫറൻസിനെ മാത്രം നമ്മൾ ചൂണ്ടിക്കാണിച്ച് ആക്ഷേപിക്കുന്നത് ശരിയാണോ ന്യായമാണോ ചോദിക്കാനുള്ള അവകാശം നോക്കുന്നുണ്ട്. അപ്പൊ ഇതെന്തായാലും നോക്കുന്നത് എന്താണ്? വി ആർ സീയിങ് a creation and demonizing of a distinctive other with a capital O, on the basis of religion or ethnicity, language, whatever it may be, in order to encourage the majoritarian chauvinist forces which have actually been dividing our society and affecting social cohesion. Whereas very clearly what we need during COVID and above all in a post-COVID world is greater harmony, cooperation and stability. ഒരേ സമയം നമ്മൾ എല്ലാവർക്കും അറിയാം ഭയങ്കര ബുദ്ധിമുട്ടും ഹാർഡ്ഷിപ്പും സ്ട്രഗിളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മളുടെ ഈ വൈറസ് എല്ലാവരെയും ജീവിതത്തിനെ ബാധിച്ചിട്ടുണ്ട്. ലോകം മുഴുവൻ നോക്കുകയാണെങ്കിൽ 16 ലക്ഷം വ്യക്തികൾ അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. 7.5 കോടി ജനങ്ങൾ ഇപ്പൊ കൂടി ലോകത്ത് വല്ലെവിടെയെങ്കിലും
ഈ കോവിഡ് മഹാമാരിയുടെ വൈറസിനെതിരെ ഇപ്പൊ കൂടി സംഘർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമീതെ നമുക്ക് ശരിക്കും ചിന്തിക്കാനുള്ളത് എത്ര കോടിക്കണക്കിന് ആൾക്കാരാണ് അവര് ജോലികൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. തൊഴിലില്ലായ്മ കൂടി വന്നിട്ടുണ്ട്. ഭാരതത്തിൽ നമ്മളുടെ ചരിത്രത്തിൽ ഇത്ര മോശം ആയ തൊഴിലില്ലായ്മയുടെ തുക നമ്മൾ കണ്ടിട്ടില്ല. അതിന്റെ അർത്ഥം സിൻസ് records have been kept, we have absolutely no indication of a worse unemployment figure in our country. നമ്മളുടെ സാമ്പത്തിക വളർച്ച പൊളിഞ്ഞു. ഇപ്പൊ വളർച്ചയല്ല, താഴ്ത്തു പോകുന്ന ഒരു സ്ഥിതിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഓരോരോ ബിസിനസ്സുകളും, ചെറിയ എന്റർപ്രൈസസും, ചെറിയ കടകളും, ചെറിയ സ്മോൾ ആൻഡ് മൈക്രോ എന്റർപ്രൈസ് ഒക്കെ അടയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. കുട്ടികൾക്ക് പഠിക്കാൻ ഇപ്പൊ സ്കൂളിൽ പോകാൻ സാധിക്കുന്നില്ല, കോളേജിൽ പോകാൻ സാധിക്കുന്നില്ല, ക്യാമ്പസുകളൊന്നുമില്ല. ഡെയിലി വേജിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് അവർ ഡിഗ്നിറ്റി കൂടി ഇല്ല. കാരണം അവർ ജോലിയില്ല. അവരെങ്ങനെയായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നു? ഒരു ദിവസം ചെയ്യുന്ന തൊഴിലിന്റെ ആ പണത്തോടെയാണ് അവര് ഭക്ഷണം അവര് മേശപ്പുറത്ത് വെക്കാൻ, അവര് ഭാര്യയ്ക്കും മക്കൾക്കും ഭക്ഷണം കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെ ജോലിയില്ലാത്തവർക്ക്, വരവില്ലാത്തവർക്ക് ഏത് അഭിമാനത്തോടെയാണ് ജീവിക്കാൻ സാധിക്കുക? ഇതും ഒരു ബുദ്ധിമുട്ടാണ്. ഈ മൈഗ്രന്റ് വർക്കേഴ്സ് കഷ്ടപ്പെട്ടിട്ട് അവര് ചെരുപ്പിനെയൊക്കെ തീഞ്ഞ് കളന്ന് നടന്നിട്ട് 400, 600, 800 കിലോമീറ്റർ നടന്ന് അവര് ഗ്രാമത്തിലേക്കൊക്കെ തിരിച്ചു പോകുന്നത് കണ്ടില്ലേ നമ്മളെല്ലാവരും. അത് എന്തുകൊണ്ടാണ് അവർ ചെയ്തത്? കാരണം ഈ സർക്കാർ 3.5 മണിക്കൂർ നോട്ടീസിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോൾ ആരും ഈ പാവ മനുഷ്യന്മാരെ കുറിച്ച് ചിന്തിച്ചില്ല, ആരും പറഞ്ഞില്ല. കേരളത്തിൽ പറഞ്ഞു ഞങ്ങൾ കമ്മ്യൂണിറ്റി കിച്ചൺ ഉണ്ടാക്കാം, നിങ്ങൾക്ക് ഭക്ഷണം തരാം, നിങ്ങൾക്ക് പേടിക്കേണ്ട, എവിടെയും പോകാൻ ആവശ്യമില്ല, നിങ്ങൾക്ക് പോവാനുള്ള സംവിധാനം വരുന്ന വരെ നിങ്ങൾക്ക് ഇവിടെ ആഹാരവും ഭക്ഷണവും ഷെൽട്ടറൊക്കെ ഞങ്ങൾ ഏറ്റെടുത്തു. അത് കേരളത്തിൽ മാത്രമേ നടന്നിട്ടുള്ളൂ, വേറെ എവിടെയൊന്നും നടന്നില്ല. ഇവര് പറഞ്ഞു ഞങ്ങൾക്ക് ഇനി ജീവിക്കണം എന്നുണ്ടെങ്കിൽ നാട്ടിൽ പോയി, വീട്ടിൽ പോയാൽ അറ്റ്ലീസ്റ്റ് നമുക്ക് കഴിക്കാൻ വല്ലതും കിട്ടും, നമ്മുടെ കുടുംബക്കാർ നമ്മളും ഉണ്ടാവും, ശമ്പളമോ വരവോ സേവിങ്സോ ഒന്നും ഉണ്ടാവില്ലെങ്കിലും ജീവിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അവർ തിരിച്ചിങ്ങനെ നടന്നു പോയത്. ഇതൊക്കെ വലിയൊരു കഷ്ടമാണ്. ഒരേ സമയത്ത് നിങ്ങൾ എല്ലാവർക്കും അറിയാം, ഈ സമയത്ത് നമ്മൾ കാണുന്നത് മെന്റൽ ഹെൽത്തിലും മാനസിക അസുഖം കൂടുന്നുണ്ട്. ഈ സാമൂഹ്യ ദൂരം വെക്കണം എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഒറ്റയ്ക്കൊക്കെ ഇരുന്നിട്ട് ആത്മഹത്യകളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. ഒരു ക്ഷീണം ജനങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഇടയിൽ കൂടി നമ്മൾ ഹാർമോണിയസ് ലിവിങ്ങിനെ കുറിച്ച് സംസാരിക്കുക? എനിക്ക് പറയാൻ പല കാര്യങ്ങളുണ്ട്, പക്ഷെ അതിൽ ഒന്ന് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ മഹാമാരിയുടെ കാരണം ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ അപകടം നമ്മളെ കാണുന്നത് നമ്മളുടെ ബോർഡറിൽ മാത്രമല്ല. ടെററിസമോ ചൈനക്കാരുടെ പട്ടാളക്കാരോ നമ്മളുടെ നാക്സലൈറ്റ്സോ അങ്ങനെയുള്ള ആൾക്കാർ മാത്രമല്ല ശരിക്കും നമ്മൾക്കൊരു ത്രെറ്റായി വരുന്നത്. നമ്മളുടെ ഇടയിൽ തന്നെയാണ് ഈ അപകടം. നമ്മൾ വലിക്കുന്ന ശ്വാസം, നമ്മൾ തൊടുന്ന കയ്യ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഇതെല്ലാം നമ്മൾക്കൊരു വൈറസ് കൊണ്ടുവരാൻ സാധിക്കും, നമ്മളെ കൊല്ലാൻ കൂടി സാധിക്കും എന്നൊരു അർത്ഥം മനസ്സിലാക്കിയാൽ ജനങ്ങളുടെ മനസ്സിലൊരു പുതിയ ഒരു സെൻസ് ഓഫ് ഷെയർഡ് ഡേഞ്ചർ ആൻഡ് therefore ഓഫ് ഷെയർഡ് സോളിഡാരിറ്റി അത് വേണം. കാരണം നമുക്കറിയാം നമ്മളുടെ ഇപ്പോൾ ഫ്രണ്ട് ലൈൻ എവിടെയാണ്? ബോർഡറിൽ മാത്രമല്ല, എല്ലാ ഗ്രാമത്തിലും ഒരു ഫ്രണ്ട് ലൈൻ ഉണ്ട്, എല്ലാ ആസ്പത്രിയിലും ഒരു ഫ്രണ്ട് ലൈൻ ഉണ്ട്, എല്ലാ നഗരത്തിലും, എല്ലാ കെട്ടിടത്തിലും, എല്ലാ ക്ലിനിക്കിലും നമ്മൾ കാണുന്നത് ശരിക്കും പട്ടാളക്കാരെ പോലെയാണ് നമ്മളുടെ ഡോക്ടർമാരും, നമ്മളുടെ നഴ്സുമാരും, നമ്മളുടെ പാരാമെഡിക്സും, നമ്മളുടെ സയന്റിസ്റ്റും, റിസർച്ചേഴ്സും, നിലം തുറയ്ക്കുന്നവരും, സാനിറ്റേഷൻ നോക്കുന്നവരും, ഫാർമസിസ്റ്റും, ഇവരെല്ലാവരും ശരിക്കും നമ്മളുടെ ഹീറോസ് ആയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇവരാണ് ശരിക്കും നമ്മളുടെ ശരിക്ക് രാഷ്ട്രഭക്തി കാണിക്കുന്നവരോ ദേശഭക്തി ദേശസ്നേഹിതരായി കാണിക്കുന്നവർ ഇവർ തന്നെയാണ്. ഇവരാണ് എല്ലാ വിധത്തിലും അവരുടെ ജീവിതത്തിന്റെ റിസ്ക് എടുത്തിട്ട് നമ്മളെയും നമ്മളുടെ കുടുംബത്തിനെയും സൂക്ഷിച്ച് സംരക്ഷിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് നമ്മളുടെ ഇടയിലാണ്. നമുക്ക് അവരെ കാണണം, അവര് ത്യാഗം നമ്മൾ കണ്ട് മനസ്സിലാക്കിയിട്ട് അവരുടെ പേട്രിയറ്റിസം നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം, നമ്മൾ വിശ്വാസിക്കണം. അതുപോലെ തന്നെ നമുക്കറിയണം നമ്മളുടെ ബോർഡേഴ്സിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യണം, സംരക്ഷിക്കണം എന്ന് അത്യാവശ്യമാണ്. ഞാൻ ചൈനക്കാർ ചെയ്യുന്നതിന് എതിരെ ഒരു നല്ല വാക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. പക്ഷെ ഒരേ സമയത്ത് നമ്മളുടെ ആ ഫിസിക്കൽ ബോർഡർ മാത്രമല്ലല്ലോ നമുക്ക് സംരക്ഷിക്കേണ്ടത്, നമ്മളുടെ പരിസ്ഥിതി,
ഈ ലോക്ക്ഡൌൺ വന്ന സമയത്ത് ഇനിയിപ്പോ ഞാൻ ഡൽഹിയിലായിരുന്നു പാർലമെന്റിന് വേണ്ടിയിട്ട്. ആ പാർലമെന്റിനെ നിർത്തിയ സമയത്ത് തന്നെ എല്ലാ ആക്ടിവിറ്റിയും നിർത്തി ഫാക്ടറി ഒക്കെ അടച്ചു പോയപ്പോൾ എന്താ നമ്മൾ കണ്ടത്? പെട്ടെന്ന് ഡൽഹിയിലത്തെ പരിസ്ഥിതി മാറിപ്പോയി. ആദ്യമാണ് ഡൽഹിക്കാർ കാണുന്നത് ബ്ലൂ സ്കൈസ്. ആദ്യമാണ് ഇവർ കാണുന്നത് മുകളിലത്തെ ഓരോരോ ഈ മേഘ ലവ്ലി വൈറ്റ് ക്ലൗഡ്സ് ഫ്ലിറ്റിംഗ് അക്രോസ് ആൻ azure സ്കൈ. നമ്മൾക്ക് സഡൻലി വി കുഡ് ബ്രീത്ത് ദി എയർ. പൊല്യൂഷൻ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം കാണുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാക്കി നമ്മൾ അൾട്ടിമേറ്റ്ലി ഇതെല്ലാം നമ്മൾ എല്ലാവരും വലിക്കുന്ന ശ്വാസമാണ്, നമ്മൾ എല്ലാവരും കാണുന്ന പിന്നെ ആകാശമാണ്. അപ്പോൾ നമ്മളുടെ കമ്മ്യൂണൽ ഹെൽത്ത്, നമ്മളെല്ലാവരും നമ്മളെ ഈ സമുദായത്തിന്റെയും ഈ സാമൂഹ്യത്തിന്റെയും ആരോഗ്യം, അതിൻ്റെ ഒപ്പം ബന്ധപ്പെട്ടിട്ടുണ്ട് നമ്മുടെ സ്വന്തം ആരോഗ്യം. അപ്പൊ എങ്ങനെ നമ്മൾ ഹാർമോണിയസ് ലിവിങ്ങിന്റെ എതിരായിരിക്കാൻ സാധിക്കും? കാരണം നമ്മൾ ഇഷ്ടപ്പെടാത്ത വേറെ മതത്തിന്റെയോ വേറെ ഭാഷയുടെയോ വേറെ വിധത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഈ മഹാമാരി വന്ന് പിടിച്ചാൽ നാളെ നമ്മളുടെ അടുത്തേക്ക് വരില്ലേ? നമ്മളെല്ലാവരും ഒരേ യുദ്ധത്തിലല്ലേ? നമ്മുടെ സ്വന്തം ജീവിതം സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരെയും സംരക്ഷിക്കണ്ടേ? ഇതാണ് എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് ഈ കോവിഡ് കാലത്തിൽ നടക്കുന്ന ഒരു ഹാർമോണിയസ് ലിവിങ്ങും ഒരു സോളിഡാരിറ്റിയും സൗഹൃദത്തിന്റെയും അത്യാവശ്യം കാണാൻ ആവശ്യമുണ്ട്. എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ പല കാര്യങ്ങളുണ്ട് സെലിബ്രേഷൻ. അത് ഒന്നാണ്. രണ്ടാം നമുക്കറിയാം, ഇപ്പോൾ ഈ വാക്സിന് വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവർക്കും ജനങ്ങളെ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ അത് എൻ്റെ അഭിപ്രായത്തിൽ 1.5 വർഷമൊക്കെ എടുക്കും എല്ലാവരും എത്താൻ. പെട്ടെന്ന് സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ എന്നാലും ഒരുമാതിരി നമ്മൾ മുമ്പ് കണ്ട് യൂസ്ഡ് ആയിരുന്ന നോർമൽ ലൈഫിനെ, അങ്ങനെ കോവിഡ് പാൻഡമിക്കിന് മുമ്പുണ്ടായിരുന്ന ജീവിതത്തിനെ നമുക്ക് വീണ്ടും തുടരാൻ സാധിക്കുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. എന്നിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഈ ഹാർമോണിയസ് ലിവിങ്ങിനെ കുറിച്ച് പറയാനുള്ളത് എന്താണ്? വി ഹാവ് നോട്ട് ഗിവൻ അപ്പ് ഓൺ ദ വെരി ഫൗണ്ടേഷൻസ് ഓഫ് ആർ ഹ്യൂമാനിറ്റി. നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിരുന്നത് ഇത് എല്ലാവരെയും ബാധിക്കുന്ന ഒരു അപകടമാണ്. ഈ കോവിഡ് മഹാമാരി നമ്മൾ എല്ലാവരെയും ചതിക്കാൻ സാധിക്കും. അപ്പൊ ഞാൻ ഡോക്ടർമാരെയും നഴ്സുമാരെയും കുറിച്ചൊക്കെ സംസാരിച്ച പോലെ നമ്മൾ പല സാധാരണക്കാരുടെ കഥകൾ കേൾക്കണം. ഒന്ന്, ഞാൻ പത്രത്തിൽ വായിച്ച് മനസ്സിലാക്കിയ ചില കഥകൾ പറയട്ടെ. ഡൽഹിയിൽ ഒരു ആംബുലൻസ് ഡ്രൈവർ ആരിഫ് ഖാൻ 200 സീരിയസ് കോവിഡ് പേഷ്യൻസിനെ രാവിലെയും രാത്രിയും അദ്ദേഹത്തിന്റെ ആംബുലൻസിൽ കൊണ്ടുപോയി. ആ സമയത്ത് പല ആംബുലൻസ് ഡ്രൈവേഴ്സും കോവിഡ് മഹാമാരി രോഗികളെ എടുക്കാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം ഉറക്കം നഷ്ടപ്പെട്ടിട്ട് 24 മണിക്കൂർ ഡ്യൂട്ടി ചെയ്തിട്ട് അവരെല്ലാവരും ഈ 200 ആൾക്കാരെ കൊണ്ടുപോയി. അദ്ദേഹം ചിലപ്പോൾ ആ രോഗികൾ മരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം ചെറിയ ശമ്പളത്തിൽ നിന്ന് പണം ചെലവാക്കി അവർക്ക് അവരുടെ ഫ്യൂണറൽ സർവീസസ് ഒക്കെ നടത്തി കൊടുത്തും. അത്രത്തോളം പാവപ്പെട്ടവരായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഈ ജോലി ഇദ്ദേഹം 6 മാസം ചെയ്ത ശേഷം ഇദ്ദേഹത്തിന് തന്നെ ഈ കോവിഡ് മഹാമാരി അടിച്ചു. ഒക്ടോബർ മാസത്തിൽ ആരിഫ് ഖാൻ അന്തരിച്ചു പോയി. പക്ഷേ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ സ്വന്തം ജീവിതം നഷ്ടപ്പെട്ടിട്ട് ഇത്ര ആൾക്കാർ കഷ്ടത്തിലും ബുദ്ധിമുട്ടിലും അസുഖത്തിൽ ഇരിക്കുന്ന വ്യക്തികളെ സഹായിക്കാൻ ഇറങ്ങിയെന്ന ഒരു തോന്നല്, അത് ഒരു ഉദാഹരണം ആർക്കും ഒരിക്കലും മറക്കാൻ പാടില്ല. അതുപോലെ തന്നെ ബാംഗ്ലൂരില് മേഴ്സി ഏഞ്ചൽസ് പറഞ്ഞ ഒരു ചെറിയൊരു NGO ഉണ്ടാക്കിയിട്ട് ഈ മേഴ്സി ഏഞ്ചൽസ് 800 കോവിഡ് രോഗികൾ മരിച്ചുപോയ ശേഷം അവർക്ക് വേണ്ടി ഫ്യൂണറൽ ചെയ്ത്, അവർക്ക് കുടുംബത്തിൽ പണമില്ലാത്ത ഒരു പാവപ്പെട്ട ഒരു ബുദ്ധിമുട്ടിൽ ഇവരെല്ലാവരും എല്ലാ വാക്സ് ഓഫ് ലൈഫിൽ വന്ന സാധാരണക്കാരാണ്. പക്ഷെ അവര് ഈ മരിച്ചുപോയ വ്യക്തികളുടെ മതത്തിനെ റെസ്പെക്ട് ചെയ്തിട്ട് ബഹുമാനിച്ചിട്ട് അവരുടെ റിച്വൽസ് പ്രകാരം ഈ 800 ഫ്യൂണറൽസ് നടത്തിയിട്ടുണ്ട്. വേറെ ഉദാഹരണം വേണമെന്നുണ്ടെങ്കിൽ UP ബിഹാർ ബോർഡറിൽ ഒരു ചെറിയൊരു ഗ്രാമം ഭോപ്പാട്ട ഉണ്ട്. അവിടെ അവർ കണ്ടു ഈ മൈഗ്രന്റ് വർക്കേഴ്സ്, ഈ ജോലിക്കാരും ജീവനക്കാരും ഫാക്ടറി വർക്കേഴ്സൊക്കെ ജോലിയില്ലാതെ ഇങ്ങനെ കഷ്ടപ്പെട്ട് നടന്നു പോകുമ്പോൾ അവരെന്ത് ചെയ്ത് നാഷണൽ ഹൈവേ 27 തന്നെ അവരെന്നെ ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ സ്ഥാപിച്ചു. നമ്മുടെ കേരളത്തിൽ സർക്കാർ ചെയ്തു, അവിടെ സാധാരണ ഗ്രാമദേശത്തിലത്തെ വ്യക്തികൾ ചെയ്തിട്ട് അവര് എല്ലാ ദിവസവും ഒരു 10,000 ഇങ്ങനെ നടക്കണ്ടായിരുന്ന മൈഗ്രന്റ് വർക്കേഴ്സിന് ഫ്രീ ഭക്ഷണം, സൗജന്യമായിട്ട് ഭക്ഷണം കൊടുത്തിട്ട് അവരെ സഹായിച്ചിട്ട് അവരെ വീട്ടിലേക്ക് പോകാനുള്ള സഹായം കൊടുക്കും. ഇതുപോലെ ഉദാഹരണങ്ങൾ എപ്പോഴും കാണും. ഞാൻ ഒരു ജനപ്രതിനിധിയായിട്ട് നമ്മളുടെ ഓരോരോ ആൾക്കാരെ സഹായിക്കാൻ നോക്കുമ്പോൾ
ഞാൻ തന്നെ പറയട്ടെ, ഞാൻ ഒരു ഓപ്പോസിഷൻ MP ആണ്, പ്രതിപക്ഷത്തിന്റെ MP ആണ്. പക്ഷെ എനിക്ക് പല അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി നമ്മളുടെ സർക്കാർ, നമ്മളുടെ മന്ത്രിമാര് നമ്മളൊപ്പം തയ്യാറായിരുന്നു നിൽക്കാൻ. ഒരു ഉദാഹരണം, എനിക്ക് ഒരു കോള് കിട്ടി ഒരു സ്ത്രീന്ന്. അവരുടെ ഒരു ചെറിയ കുഞ്ഞിന് ഒരു ഭയങ്കര സീരിയസ് അസുഖമുണ്ടായിരുന്നു. ആ അസുഖത്തിന് ആകെ ഒരു ടെസ്റ്റേ ഉള്ളൂ, അത് നെതർലൻഡ്സിൽ ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ആണ്. പക്ഷെ ആ ട്രീറ്റ്മെന്റിന് ഈ കുട്ടിക്ക് കൊടുക്കാൻ സാധിക്കുമെന്ന് അറിയാൻ അവർക്ക് ഒരു ജനറ്റിക് ടെസ്റ്റ് നടക്കണം ആ കുട്ടിയുടെ 2ാമത്തെ പിറന്നാള് മുമ്പ്. ആ ജനറ്റിക് ടെസ്റ്റ് നടത്താൻ വേണ്ടി ബ്ലഡ് സാമ്പിൾ അവിടെ കൊടുക്കണം. ഈ അച്ഛനും അമ്മയും ആ കുട്ടിയുടെ ബ്ലഡ് എടുത്തിട്ട് സാമ്പിൾ എടുക്കാൻ തയ്യാറായിരിക്കുന്ന സമയത്ത്, സാമ്പിൾ കൊടുത്തയക്കാൻ തയ്യാറായിരിക്കുന്ന സമയത്താണ് ഈ ലോക്ക്ഡൌൺ വരുന്നത്. ഫ്ലൈറ്റ് ഇല്ല, ഒരു വഴിയില്ല അതിനെ നെതർലൻഡ്സ് കൊണ്ടുപോയി എത്തിക്കാൻ. അപ്പൊ ആ സ്ഥിതിയിൽ അവരെ എങ്ങനെയും രക്ഷിക്കാൻ സാധിച്ചു. ഞാൻ വിദേശകാര്യ മന്ത്രിയോടും സിവിൽ ഏവിയേഷൻ മന്ത്രിയോടും സംസാരിച്ചു. രണ്ടുപേരും നല്ലോണം എന്നെ, ഈ സ്ത്രീനെ സഹായിച്ചു. അവര് ആളെ അയച്ചു. ഈ കുടുംബത്തിൽ നിന്ന് ബ്ലഡ് സാമ്പിൾ വാങ്ങി എടുത്തു. റോഡില് 300-400 കിലോമീറ്റർ ഓടിപ്പോയി. അവര് ബോംബെയിലും പൂനെയിലും ഒരു ജർമ്മൻ കാർഗോ ഫ്ലൈറ്റ് ലുഫ്റ്റാൻസയുടെ മെഡിക്കൽ സപ്ലൈസ് കൊണ്ട് പോകേണ്ടെന്ന് അവര് കയ്യിൽ കൊണ്ട് കൊടുത്തു. ലുഫ്റ്റാൻസ ജർമ്മനി എത്തിയപ്പോൾ അവിടെ ഇന്ത്യൻ എംബസിക്കാര് ഈ ബ്ലഡ് സാമ്പിൾ എടുത്തിട്ട് കാറിൽ പോയിട്ട് നെതർലൻഡ്സിൽ പോയിട്ട് ഈ ജനറ്റിക് ക്ലിനിക്കിൽ എത്തിച്ചു. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു വ്യക്തിക്ക് വേണ്ടി മെനക്കെടാൻ തയ്യാറായിരുന്ന നമ്മുടെ സർക്കാരിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ സ്വന്തം മണ്ഡലത്തിൽ എത്ര മത്സ്യത്തൊഴിലാളികൾ ഇറാനിൽ പോയി സ്റ്റക്കായിരുന്നു. അവർക്ക് താമസിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല, അവർക്ക് ശമ്പളം ഉണ്ടായിരുന്നില്ല, വരവുണ്ടായിരുന്നില്ല, ജീവിക്കാൻ വഴി ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ നമ്മുടെ എംബസി നമ്മുടെ മന്ത്രിയോട് സംസാരിച്ച് നടക്കാൻ സാധിച്ചു. അവർക്ക് ആഹാരം കൊടുത്തു. അവര് അവസാനത്തിൽ കപ്പലിൽ കയറിയിട്ടും ഷിപ്പിൽ പ്ലെയിനിൽ കയറിയിട്ടും അവർക്ക് നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത. അപ്പൊ ഈ through such actions and many similar efforts, people across our country have come together and have displayed that even in our most challenging times, it is still possible to be greater than our divisions, to be able to display compassion towards the downtrodden, and to ensure that the harmony of our societies can be salvaged. And so I would argue that the pandemic has served as a welcome reminder of our humanity, whether it is in celebrating clean skies, lower pollution, cleaner environment, and so on, whether it is in showing us that we are capable of caring for our fellow human beings, whether it is in showing us that we can do well if we only make an effort to serve others around us. ഇതെല്ലാം കാണുമ്പോൾ അവസാനത്തിൽ I think we can say that as we move into the post-COVID world, if we can be more conscious of our humanity, if we can provide a leadership anchored in empathy and compassion, and make sure that we continue to do our best towards the downtrodden and the marginalized, then once again, we can truly live in a harmonious world, in a world in which the conditions of life will allow us truly to live as brothers and sisters in a spirit of harmony and solidarity. My best wishes to the Shantigiri Trust and to all of you. Thank you for listening to me. Jai Hind. വളരെ വ്യക്തമായി എൻ്റെ കാതിൽ മുഴങ്ങുന്നുണ്ട്. ആ മെയ് ദിനത്തിൻ്റെ പ്രത്യേകതകൾ മുഴുവൻ ആവാഹിച്ച് എൻ്റെ മേൽപ്പെട്ടത്തെ ശുശ്രൂഷ ആ ദിശയിൽ നയിക്കുന്നതിന് ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു മറുപടി പ്രസംഗം ആയിരുന്നു. എൻ്റെ വിചാരം ആ കോൺസിഗ്രേഷൻ സെറമണിയിൽ സംബന്ധിച്ചവരെല്ലാവരും തന്നെ ഇന്നും അത് ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുണ്ടാവാം. അത് തിരുമേനിയുടെ തുറന്നുള്ള നാളുകളിലെ എല്ലാ പ്രവർത്തന മേഖലകളിലും വേദനിക്കുന്നവരോടും ഒറ്റപ്പെട്ടവരോടും ആവശ്യത്തിലിരിക്കുന്നവരോടും വളരെ അനുകമ്പാപൂർവം പെരുമാറുവാൻ അതേറെ സഹായിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിചാരം. പ്രക്രിയാസിൽ മനസ്സുകൊണ്ട് ഇരുന്നിട്ടുള്ള ഭദ്രാസനങ്ങൾ എല്ലാം തന്നെ ഒരു പ്രത്യേക തിരുമേനി ടച്ച് നൽകുവാൻ സക്രിയാസ് തിരുമേനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കോട്ടയം ഭദ്രാസനത്തിലൊക്കെ ഇരിക്കുന്ന ആ നാളുകൾ, ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിൽ ഇരുന്ന ഏറിയ നാളുകളിലാണല്ലോ
നിരവധിയായിട്ടുള്ള സോഷ്യൽ പ്രോജക്ട്സുകൾ തിരുമനസ്സുകൊണ്ട് ആരംഭിച്ചിട്ടുള്ളത്. ഏതാണ്ട് 42 പരം സാമൂഹ്യക്ഷേമ പുനരുദ്ധാരണ പ്രോജക്റ്റുകളാണ് തിരുമേനി ആരംഭിച്ചിട്ടുള്ളത്. അതിനെല്ലാമുള്ള റീസോഴ്സസ് മൊബിലൈസ് ചെയ്യുന്നതിൽ മറ്റാരെയും അധികം ഭാരപ്പെടുത്താതെ തൻ്റെ സൗഹൃദ വലയത്തിൽ നിന്ന് തൻ്റെ മധുരമേറിയ ഇടപെടൽ കൊണ്ട് ആളുകൾ നൽകിയിരുന്നു എന്നുള്ളത് പ്രത്യേകം പ്രസ്താവ്യമാണ്. അങ്ങനെ തുടങ്ങി വെച്ച പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇന്നും പിൻഗാമികൾ തുടരുന്നു എന്നുള്ളത് തിരുമേനിയോടുള്ള ബഹുമാനത്തിന്റെ ആദരവിന്റെ സൂചന കൂടിയാണ്. ശാന്തിഗിരി ആശ്രമം തന്നെ ലോകം സഞ്ചരിച്ച് ഓരോരോ ഇടങ്ങളിൽ താൻ കണ്ട് പരിചയിച്ചതായ ജീവിത സാഹചര്യങ്ങളെ കൂട്ടിയിണക്കി മനോഹരമായ ഒരു ഈസ്റ്റ് വെസ്റ്റ് സമ്മേളനത്തിന്റെ ഒരു ആശ്രം കൺസെപ്റ്റാണ് തിരുമേനി ശാന്തിഗിരിക്ക് പ്രദാനം ചെയ്തിട്ടുള്ളത്. ആ സ്ഥലം വാങ്ങി അവിടുത്തെ ഓരോ കെട്ടിടങ്ങളും ഉയരുമ്പോൾ തിരുമേനിയുടെ മനസ്സിനിണങ്ങിയ വിധത്തിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ തിരുമേനി കാംക്ഷിച്ചിരുന്നു എന്ന് അടുത്തറിയാവുന്ന ഏവർക്കും അറിവുള്ള വസ്തുതയാണ്. ഞാൻ ഹ്രസ്വകാലം ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിന്റെ എപ്പിസ്കോപ്പയായിരുന്നതിന് ശേഷം തിരുവനന്തപുരത്തേക്ക് മാറിപ്പോകുമ്പോൾ സക്രിയാസ് തിരുമനസ് കൊണ്ടാണ് ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിന്റെ ചുമതലയിലേക്ക് വരുന്നത്. അന്ന് നമ്മുടെ ഒലിവിറ്റ് അരമന അതിന്റെ നിർമ്മാണ ദശയിലാണ്. അപ്പൊ തിരുമനസ് കൊണ്ട് അതിലേക്ക് വരുന്നു എന്ന് കേട്ട സമയം മുതൽ തിരുമേനിയുടെ മനസ്സിനിണങ്ങിയ നിലയിൽ ആ കെട്ടിടം ഫിനിഷ് ചെയ്യത്തക്കവണ്ണം തിരുമേനിയുടെ ആലോചന ചോദിക്കുമ്പോൾ അവിടുത്തെ ഓരോ കാര്യത്തിനും തിരുമേനിയുടെ ഇംഗിതം, ഇഷ്ടം, കളർ കോമ്പിനേഷൻ പോലും പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. തിരുമേനിക്ക് ഉപയോഗിക്കാൻ പരുവത്തിന് ഒരു ബാത്റൂം സെറ്റപ്പ് ചെയ്തപ്പോൾ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ടെലഫോൺ ഷവർ. അതിനു മുമ്പ് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ഓർത്ത് ടെലഫോൺ മനുഷ്യരുമായി ബന്ധപ്പെടാനുള്ള ഒരു ഉപാധിയാണ്. എന്നാൽ തിരുമേനി എന്നോട് പറഞ്ഞു, എനിക്ക് എൻ്റെ ശാരീരിക ഘടന അനുസരിച്ച് എനിക്ക് അങ്ങനെ നീണ്ടും ഇരുന്നും നേർന്നും ഒന്നും ഷവർ എടുക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് എനിക്കൊരു ടെലഫോൺ ഷവർ. ഇപ്പൊ ഞാൻ ചോദിച്ചു, അതെന്നാ തിരുമേനി? കൊള്ളാമല്ലോ, വെളിയിലൊക്കെ പോയി പഠിച്ചിട്ട് വന്നിട്ട് അതിതുവരെ അറിയത്തില്ല എന്ന് കളിയാക്കി പറഞ്ഞതൊക്കെ ഞാൻ ഓർക്കുക. വളരെ ഹൃദ്യമായ തിരുമേനിയുടെ പെരുമാറ്റം. ഈ അവസാന ഘട്ടത്തോടനുബന്ധിച്ച് ഒരിക്കൽ കുറെ സമയം ഞങ്ങൾ പല കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനായിട്ടിടയായി. അന്ന് ഞാൻ തിരുമേനിയോട് പറഞ്ഞു, തിരുമേനിയുടെ മനസ്സിന്റെ ചില ഉലച്ചിലുകൾ ഞങ്ങൾക്ക് പുറത്തു നിന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ചില നീറ്റലുകളും വിങ്ങലുകളും തിരുമേനി ഉള്ളിൽ ഒതുക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എന്തുകൊണ്ടാണ് തിരുമേനി ഈ കാര്യത്തിൽ ധീരമായി ഒരു നിലപാടെടുത്ത് കാര്യങ്ങൾ പറഞ്ഞുകൂടാത്തത്? അന്ന് എന്നോട് പറഞ്ഞു, എത്ര നാളായി എന്നെ പരിചയപ്പെട്ടിട്ട്? ഒരു യുവാവായിരുന്ന സമയത്ത്, ഞാൻ അച്ഛനായിരുന്ന സമയത്തോട്ട് പരിചയപ്പെട്ടതല്ലേ? ഞാൻ ആരോടെങ്കിലും കലഹിച്ചതായോ ചണ്ട കൂടിയതായോ തിരുമേനിക്ക് എന്തെങ്കിലും കാണാനിടയായിട്ടുണ്ടോ? ഇനിയുള്ള കാലവും ഒരു ചണ്ടയ്ക്ക് ഞാൻ തുനിയുന്നില്ല എന്ന് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അത്രമാത്രം മേലധികാരത്തോടെ വളരെയധികം ബന്ധപ്പെട്ട് വിനയപുരസരം ആ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള തിരുമേനിയുടെ സമർപ്പണം ശ്രദ്ധേയമായ ഒന്ന് തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ തരമില്ല. ഇവിടെ പിലക്ഷനോസ് തിരുമനസ് കൊണ്ട് പറഞ്ഞ അമേരിക്കയിൽ ഇന്ന് കാണുന്നതായുള്ള ആ മനോഹരമായിരിക്കുന്ന ആ മാർത്തോമ സെന്റർ, എനിക്ക് തോന്നുന്നു ന്യൂയോർക്കിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ലൊക്കേഷനാണ്. ദൈവാലയങ്ങളുടെ ഒരു സമുച്ചയം തന്നെ അന്ന് ചുറ്റുവട്ടങ്ങളിലൊക്കെ ഉണ്ട്. ആ സ്ഥലം ലൊക്കേറ്റ് ചെയ്ത് വളരെ സുന്ദരമായ നിലയിൽ അത് ചമച്ചതിലൂടെ തിരുമേനി ആ കെട്ടിടം നിലനിൽക്കുന്നിടത്തോളം കാലം, ആ സെന്റർ അവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം തിരുമേനിയെ ഓർക്കാതിരിക്കാനായിട്ട് തരമില്ലല്ലോ. അവിടെ ഇരുന്നപ്പോഴും മറ്റ് ഇടങ്ങളിലൊക്കെ ഇരുന്നപ്പോഴും തിരുമേനിക്ക് യുവജനങ്ങളോടുള്ള
വശ്യമായിരിക്കുന്ന ഒരു സ്നേഹബന്ധം, അവരോട് ഹൃദ്യമായി സംസാരിക്കുന്നത്, അവരുമായിട്ട് സമയം ചെലവഴിക്കുന്നത് ഒക്കെ വളരെ പ്രത്യേകത നിറഞ്ഞ കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ തിരുമേനിക്ക് ധാരാളം സൗഹൃദ കൂട്ടങ്ങൾ അന്നുമുണ്ടായിരുന്നു. ഇന്നും തിരുമേനിയെ നെഞ്ചിലേറ്റിയിരിക്കുന്ന ധാരാളം ആളുകൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുണ്ട്. എനിക്ക് തോന്നുന്ന യുവനാൻ മാർത്തോമ മെത്രാപൊലിത്ത തിരുമേനി WCCയുടെ അധ്യക്ഷനായി ഡൽഹി സമ്മേളനത്തിൽ ഒക്കെ നേതൃത്വം നൽകിയതായിരുന്നെങ്കിലും സക്രിയാസ് തിരുമനസിനെ പോലെ ഇത്രമാത്രം ലോകം ചുറ്റി WCCയുടെ കൊടക്കീഴിൽ പ്രവർത്തിച്ചിട്ടുള്ള മറ്റൊരു സഭാ നേതാവ് നമ്മുടെ സഭയിലുണ്ടോ എന്ന് സന്ദേഹിക്കുകയാണ്. ഇപ്പോൾ ആ സ്ഥാനത്ത് ഫിലക്സിനോസ് തിരുമേനി ഭംഗിയായി നിറവേറ്റി പോരുന്നു എന്നുള്ളത് നാം അക്നോളജ് ചെയ്യുമ്പോൾ തന്നെ ഒരു സീനിയർ WCCയിലെ ബിഷപ്പ് എന്നുള്ള നിലയിൽ തിരുമേനിക്ക് നൽകിയിരുന്ന അംഗീകാരത്തെ കുറിച്ച് തിരുമേനി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒത്തിരി ആശയങ്ങൾ, പലതരത്തിലുള്ള ലീഡർഷിപ്പ്, അതൊക്കെ WCCയുമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് എത്രയോ അഭിമാനമാണ് ഉണ്ടാകുന്നത് എന്ന് ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. നിശ്ചയമായും തിരുമേനിയുടെ മാർത്തോമാ സഭയിലെ കോൺട്രിബ്യൂഷൻ ഗണനീയമായ കോൺട്രിബ്യൂഷൻ തന്നെയാണ്. ഞാൻ ചിലപ്പോഴെങ്കിലും എൻ്റെ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട്, കുറെ കാലത്തേക്കെങ്കിലും മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷനായി ഇരിക്കാൻ അവസരം ലഭിച്ചിരുന്നെങ്കിൽ ഈ സഭ മറ്റൊന്നാകുമായിരുന്നു. ഇവിടെ ഇപ്പോൾ നാം വിഷയം ആവിഷ്കരിച്ചതുപോലെ ഈ പ്രത്യേക പാൻഡമിക്കിന്റെ കോണ്ടെക്സ്റ്റിൽ ഒരു ഹാർമോണിയസ് ലിവിങ്ങിനെ കുറിച്ച് നാം ചർച്ച ചെയ്ത് തുടങ്ങുന്നതിന് മുന്നമേ തന്നെ ഒരു ഹാപ്പി ഹാർമോണിയസ് ലിവിങ് എൻവയൺമെന്റിനെ കുറിച്ച് സ്വപ്നം കാണുകയും ആ നിലയിൽ തൻ്റെ ചുമതലയിൽ അനേക കാര്യങ്ങൾ ചെയ്തു വെക്കുകയും ചെയ്ത തിരുമേനി സഭയ്ക്ക് മൊത്തമായും അങ്ങനെയുള്ള ഒരു ഹാർമോണിയസ് ലിവിങ്ങിനുള്ള നല്ലൊരു ചുറ്റുപാട് സംജാതമാക്കുമായിരുന്നു എന്ന് ഞാൻ എപ്പോഴും മനസ്സിൽ ചിന്തിക്കാറുണ്ട്. ഒരുപക്ഷെ നമ്മളൊന്ന് വിചാരിക്കുന്നു, ദൈവം മറ്റൊന്നാണല്ലോ നമ്മുടെ ജീവിതത്തിലൂടെ അനുഭവിക്കാൻ അവസരം നൽകുന്നത്. എന്നാൽ തിരുമേനിക്ക് ലഭ്യമായ ദീർഘമായ ആ കാലയളവ് സഭയുടെ ഓരോ കാര്യങ്ങളിലും അതീവ ശ്രദ്ധയോടുകൂടെ വളരെ കരുതലോടുകൂടെ പല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ധാരാളം വായിക്കുന്നതിലും ചിന്തിക്കുന്നതിലും ആ കാര്യങ്ങളൊക്കെ കവിതകളായി, ചെറിയ ചെറിയ ഗാനങ്ങളായി, പുസ്തകങ്ങളായി ഒക്കെ രചിക്കുന്നതിനുമൊക്കെ തിരുമേനി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നത് ഇത്തരണത്തിൽ നാം നന്ദിയോടെ ഓർക്കുകയാണ്. തിരുമനസ്സുകൊണ്ട് ഹയർ സ്റ്റഡീസിന് സഞ്ചരിച്ചതായുള്ള അതേ പാതയിലൂടെയൊക്കെ സഞ്ചരിക്കാൻ കഴിഞ്ഞതിലൂടെ തിരുമേനി ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച കാലത്ത് ആ സ്മരണകൾ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും തിരുമേനിയെ കുറിച്ചുള്ള സ്മരണകൾ ഞാൻ പഠിക്കുന്ന കാലത്ത് അവരെന്നോട് പങ്കുവച്ചതൊക്കെ ഞാൻ ഓർക്കുകയായിരുന്നു. ഒരിക്കൽ തിരുമേനിയെ കാണാൻ കഴിഞ്ഞാൽ തിരുമേനിയെ ഒരിക്കലും മറന്നു പോകാത്ത വിധത്തിൽ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അത് തിരുമേനിയുടെ ആളത്വത്തിന്റെ ഒരു പ്രത്യേകത തന്നെയായിരുന്നു. തിരുമേനിയുടെ ഉറ്റവരോട്, ബന്ധുജനങ്ങളോടുള്ള വാത്സല്യവും തിരുമേനി എല്ലായ്പ്പോഴും പുലർത്തിയിരുന്നു. ഓരോരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവരെ ടെലിഫോണിലെങ്കിലും വിളിച്ച് ബന്ധപ്പെടുവാൻ, അവരെ ഒന്ന് സന്ദർശിക്കാൻ കഴിഞ്ഞാൽ അങ്ങനെ സന്ദർശിക്കാൻ ഒക്കെ കഴിഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ ഒരു സൗഹൃദത്തിന്റെ നല്ല ആളത്വമായിരുന്നു എന്ന് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഈ നാളുകളിൽ നാം എപ്പോഴും ശാന്തിഗിരി ആശ്രമവുമായി ബന്ധപ്പെട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുമ്പോഴെല്ലാം ഒരു ഹോളിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടിയിട്ടാണ് തിരുമേനി യുവ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അവിടെ മനുഷ്യന്റെ ശാരീരിക ആരോഗ്യം, മനസ്സിന്റെ ആരോഗ്യം, അതുപോലെ തന്നെ അവിടെയുള്ള കമ്മ്യൂണിറ്റിയുടെ ആരോഗ്യം, അവിടുത്തെ അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് പോലും ആ ആശ്രമത്തിൽ ഒരു പങ്കും ഓഹരിയും ഉണ്ട് എന്ന് ഉറപ്പാക്കിക്കൊണ്ടാണ് ഈ ശാന്തിഗിരി ആശ്രമം തിരുമേനി സജ്ജമാക്കിയിരുന്നത്. അതിന്റെ തന്നെ ഒരു റിപ്ലിക്ക പോലെയാണല്ലോ കുറേം കൂടെ ലോകത്തെ മുഴുവൻ ഉൾക്കൊള്ളിക്കുന്ന വിധത്തിലാണ് ചെങ്ങന്നൂര് തയ്യാറാക്കിക്കൊണ്ടിരുന്ന ആ തരംഗം പ്രോജക്റ്റ് എന്ന് പറയുന്നത്. പമ്പയാറിന്റെ തീരം ചേർന്ന് അവിടെ തിരുമേനി ആരംഭിച്ചു വെച്ചതായിട്ടുള്ള ആ തരംഗം എന്ന് പറയുന്ന ആ പ്രോജക്റ്റ് തന്നെ ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവിടെ ഉപകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തിരുമേനി വേറിട്ടതായുള്ള ഒരു കൂട്ടം മനുഷ്യർക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള നിലയിലല്ല, എല്ലാ മനുഷ്യർക്കും ഇടം കൊടുക്കുന്ന വിധത്തിൽ ഈ ക്രിസ്മസ് കാലയളവിൽ നാം എല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം
ഇടമില്ലാതെ പോയ ഒരു ലോകരക്ഷകനെ കുറിച്ചാണല്ലോ, പിറവിയെടുക്കുന്നതിന് പോലും ഇടം കിട്ടാതെ പോയ യേശു പൈതലിനെ കുറിച്ചാണ് നാം ധ്യാനിക്കുന്നത്. അങ്ങനെ ഇടമില്ലാതെ ഇരിക്കുന്ന, സ്പേസ് ഇല്ലാതിരിക്കുന്ന ആളുകൾ ഇന്ന് ലോകത്തിലുണ്ട് എന്ന് മനസ്സിലാക്കി താൻ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മേഖലകളിലുള്ള എല്ലാ ആളുകൾക്കും ഒരു ഇൻക്ലൂസീവ് നേച്ചറോടുകൂടെ അവിടെ ഇടമുണ്ട് എന്ന് വരുത്തുന്നതിനായിട്ടുള്ള ശ്രമങ്ങളാണ് ഈ പറയപ്പെട്ട എല്ലാ സംരംഭങ്ങളിലൂടെയും തിരുമേനി ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തിരുമേനി ഒരു കാര്യം ചെയ്ത് അതങ്ങ് പൂർത്തീകരിച്ച് അതങ്ങ് സീൽ ചെയ്ത് വെക്കാനായിട്ടല്ല, പിന്നെയോ അതെല്ലാം ചില മോഡൽസ് സൃഷ്ടിച്ചുകൊണ്ടാണ് തിരുമേനി മുന്നോട്ട് പോയിട്ടുള്ളത്. ഇങ്ങനെയായിരിക്കണം കാര്യങ്ങളിൽ നാം ഇടപെട്ട് ചെയ്യേണ്ടുന്നത് എന്ന് പിൻഗാമികൾക്കോ ശ്രേണിയിലുള്ളവർക്കോ കാട്ടിക്കൊടുക്കുമാറ് ഒരു മാതൃക എന്നുള്ള നിലയിലാണ്, മോഡൽ എന്നുള്ള നിലയിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ തിരുമേനി ശ്രദ്ധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം മാർത്തോമാ സഭയ്ക്കും ആഗോള ക്രൈസ്തവ സഭാ സമൂഹങ്ങൾക്കും ഒരു വലിയ മുതൽക്കൂട്ടായിരുന്നു. തിരുമേനിയുടെ കോൺട്രിബ്യൂഷൻസ് അത്ര വലുതായിരുന്നു. അതിന്റെ ഒരു ലയൺ ഷെയർ നമുക്ക് മാർത്തോമാ സഭയ്ക്ക് ലഭിച്ചു എന്നുള്ളത് കൊച്ചു കാര്യമൊന്നുമല്ല. നാം ചരിത്രത്തിൽ, സഭാചരിത്രത്തിൽ നിരണത്തിന് എന്ത് പ്രാധാന്യം നാം മനസ്സിലാക്കി വെച്ചിട്ടുണ്ടോ, ആ മേഖലയിൽ നിന്ന് വന്ന് ആ ചരിത്രത്തിന്റെ അന്തസത്ത ഗ്രഹിച്ച് ചരിത്രബോധത്തോടുകൂടെ, ഹെറിറ്റേജോടുകൂടെ ഈ സഭയിൽ ഒത്തിരി കോൺട്രിബ്യൂഷൻസ് നൽകാൻ കഴിഞ്ഞ ഒരു വ്യക്തിത്വമാണ്. ഒരു അധ്യാപകനായിട്ട് ആരംഭിച്ച് ജീവിതാന്ത്യം വരെ ഒരു അധ്യാപന രീതിയിലാണ് തിരുമേനിയുടെ പ്രസംഗങ്ങൾ, തിരുമേനിയുടെ ശൈലികളെല്ലാം അങ്ങനെയായിരുന്നു. വളരെ സുന്ദരമായ ഭാഷയിൽ നുറുങ്ങ് വാചകങ്ങളിലൂടെ താൻ എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ആ വിഷയത്തെ മനോഹരമായി ജനമധ്യത്തിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു കവിഹൃദയമുള്ള ഒരു പോയറ്റിക് പേഴ്സണാലിറ്റി ആയിരുന്നു അഭിമന്യനായ സക്കറിയാസ് തിരുമേനി എന്ന് പറഞ്ഞ ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ പോയറ്റിക് നേച്ചർ അദ്ദേഹത്തിന്റെ ആളത്വത്തിൽ ഉണ്ടായിരുന്നു, ആ ശാരീരിക ഘടനയിലുണ്ടായിരുന്നു, ആ ചിന്താമണ്ഡലത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഇടപെടലുകളിലും ആ പോയറ്റിക് നേച്ചർ അദ്ദേഹം സൂക്ഷിച്ചിരുന്നു. അത്തരത്തിലുള്ള അഴകാർന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട സക്കറിയാസ് തിരുമനസ്. നാളെ തിരുമേനി കാലം ചെയ്ത ആ വേളകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നിശ്ചയമായും അത് നമുക്ക് വേദന ഉളവാക്കുന്നതാണ്. പ്രത്യേകിച്ചും കർമ്മനിരതനായി ഇരിക്കുന്ന വേളയിലാണ് തിരുമേനിയുടെ അന്ത്യം സംഭവിച്ചത്. തന്റെ രാജ്യത്ത് തന്നെ വന്ന് തന്റെ അന്ത്യം സംഭവിക്കട്ടെ എന്ന് കരുതിയാവാം തിടുക്കം കൂട്ടി പോകുന്നത്. അവസാനം മസ്കറ്റിലാണല്ലോ തിരുമേനി ശുശ്രൂഷയ്ക്ക് പോയത്. തിരുമേനി കബറടക്കമൊക്കെ കഴിഞ്ഞ് അധികം താമസിയാതെ ഞാൻ മസ്കറ്റിൽ ചെല്ലുമ്പോൾ തിരുമേനി വിശ്രമിച്ചതായുള്ള മുറിയിൽ വിശ്രമമൊരുക്കിയതായുള്ള വേളയിൽ അവരെന്നോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. തിരുമേനിയുടെ അന്ത്യ സമയങ്ങളിൽ അസ്വസ്ഥത വളരെ ഉണ്ടായിരുന്നിട്ടും വളരെ നിർബന്ധ ബുദ്ധിയോടുകൂടെ തിടുക്കം കാട്ടി എനിക്ക് ഇന്ന് തന്നെ പോകണമെന്ന് നിർബന്ധിക്കുകയും ഡോക്ടർമാരുടെയൊക്കെ അനുധാവനം ചെയ്തതിലൂടെ എയർ പീപ്പിളൊക്കെ അത് അനുവദിക്കുകയും ഒക്കെ ചെയ്ത് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞ സമയത്താണല്ലോ തിരുമനസിന്റെ ഈ ഒരു വലിയ വൈഷമ്യത്തിലേക്ക് ആരോഗ്യ പ്രശ്നം നീങ്ങിയത്. ദിവസങ്ങൾക്കകം ആ കാര്യങ്ങളെല്ലാം അവസാനിക്കുകയാണ്. താൻ സ്നേഹിച്ചതായുള്ള ഇന്ത്യ രാജ്യത്തിൽ തന്നെ തന്റെ അന്ത്യം എന്നുള്ള ഒരു കാഴ്ച ഒരു പക്ഷേ അതിലേക്ക് തിരുമേനിയെ തിടുക്കം കൂട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ അന്ന് തിരുമേനി വിശ്രമിച്ച ആ മുറിയിൽ ഇരുന്നു കൊണ്ട് ശാന്തമായി ചിന്തിക്കുകയുണ്ടായി. അപ്രകാരം ആർക്കും ഒരു ഭാരമാകാതെ, ഒരു തരത്തിലും ഒരു ബുദ്ധിമുട്ട് ആർക്കും കൊടുക്കാതെ വണ്ണം തന്റെ പ്രവർത്തന ആ പന്താവിൽ തന്നെ തന്റെ ജീവിതം സമാപ്തി ആകുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ ഒരു അവസരം കൊടുത്തു. നമുക്ക് ദുഃഖം വിട്ടുമാറാത്തതായുള്ള ഒരാളത്വമാണ്. ആ തിരുമേനിയുടെ പാവന സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. മാർത്തോമാ സഭ, ഈ ലോക സഭകൾ തിരുമേനിയോട് ഏറെ കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഈ സഭയുടെ തുറന്നുള്ള നാളുകളിലും തിരുമേനിയുടെ ഓർമ്മകൾ നല്ല ദീപ്തമായി നിലനിൽക്കും എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. അത്തരത്തിൽ നമ്മളെയൊക്കെ ആവേശം കൊള്ളിക്കുന്ന ഒരു വ്യക്തിത്വമായി നമ്മുടെ മധ്യത്തിൽ ജീവിക്കട്ടെ. ഈ സഭയ്ക്ക് എന്നും അഭിമാനമായി തീരട്ടെ. ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ, ധൈര്യപ്പെടും. നമ്മുടെ മീറ്റിംഗ് അവസാനിക്കുകയാണ്. ഇപ്പോൾ ഒരു വാക്ക് നന്ദി പറയുന്നതിന് ശാന്തിഗിരി ആശ്രമത്തിന്റെ സെക്രട്ടറി
മിസ്റ്റർ ഉമ്മൻ ജോൺസൺ. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത, ശാന്തി പ്രഭാഷണം നിർവഹിച്ച ഡോക്ടർ ശശി തരൂർ MP, ശാന്തിയുടെ ഉപാധ്യക്ഷൻ ഡോക്ടർ ഐസക് മാർ ഫീലിക്സിനോസ് എപ്പിസ്കോപ്പ, ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പ, സഭയിലെ മറ്റ് തിരുമേനിമാരെ, പട്ടക്കാരെ, ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന എല്ലാ സ്നേഹിതരുമേ, നിങ്ങൾക്ക് എൻ്റെ സ്നേഹ വന്ദനം. 27ാം ആശ്രമദിനം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ശാന്തിഗിരി എന്ന സുന്ദര സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ കാലയവനകളിൽ മറിഞ്ഞ ഡോക്ടർ സഖറിയാസ് മാർ തിയോഫിലോസ് സഫർഗൻ മെത്രാപ്പൊലീത്ത 2008 മുതൽ 2020 ഒക്ടോബർ കാലം ചെയ്യുന്നതുവരെ ശാന്തികളുടെ സാന്നിധ്യം വഹിച്ച ഡോക്ടർ ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലീത്ത എന്നിവരുടെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. അവരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ശാന്തിഗിരിയുടെ ആപ്തവാക്യം പീസ് ഇൻ ഹാർമണി എന്നതാണ്. ദൈവവും മനുഷ്യനും, മനുഷ്യനും മനുഷ്യനും, മനുഷ്യനും പ്രകൃതിയുമായുള്ള അഭേദ്യമായ ബന്ധം പാരസ്പരികതയിലൂടെ പ്രവർത്തിക്കുമ്പോൾ അനുഭവവേദ്യമാകുന്ന ശാന്തിയാണ് ശാന്തിഗിരി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് കോവിഡ് മഹാമാരിയിൽ എങ്ങനെ മനുഷ്യർക്ക് ശാന്തിയിൽ ജീവിക്കാം എന്നതാണ്. ശാന്തിഗിരിയുടെ അധ്യക്ഷസ്ഥാനം ഏറ്റെടുത്ത ശേഷം ആദ്യമായി ഇപ്രകാരം ഒരു സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുവാൻ വന്നെത്തിയിരിക്കുന്നത് നമ്മുടെ അധ്യക്ഷനും സഭയുടെ പരമാധികാരിയുമായ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്തയാണ്. ശാന്തിഗിരിയുടെ ആരംഭം മുതൽ സഖറിയാസ് തിരുമേനിയോട് ചേർന്ന് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൈത്താങ്ങൽ തങ്ങിയ തിരുമേനി ഇന്ന് അധ്യക്ഷം വഹിക്കുന്നതിൽ നാം ഏവരും ഏറ്റവും സന്തുഷ്ടരാണ്. ഒന്നുചേർന്ന് എല്ലാവരുടെയും പേരിൽ അഭിനന്ദ മെത്രാപ്പൊലീത്ത തിരുമേനിയോടുള്ള സ്നേഹവും ആദരവും നന്ദിയും രേഖപ്പെടുത്തുന്നു. ഉപാധ്യക്ഷൻ എന്ന നിലയിൽ അഭിനന്ദ ഡോക്ടർ ഐസക് മാർ ഫീലിക്സിനോസ് തിരുമേനി ശാന്തിയുടെ പ്രവർത്തനങ്ങൾക്ക് കൈത്താങ്ങൽ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ന്യൂയോർക്കിൽ നിന്നും ആമുഖ പ്രഭാഷണം നടത്തി നമ്മെ അനുഗ്രഹിച്ച ഐസക് മാർ ഫീലിക്സിനോസ് തിരുമേനിയോടുള്ള നന്ദിയും സ്നേഹവും പ്രകാശിപ്പിക്കുന്നു. പ്രശസ്തരായ അനേക മഹൽ വ്യക്തികളുടെ നാം കഴിഞ്ഞ 27 വർഷം ശാന്തി പ്രഭാഷണം ശ്രവിച്ചു. ആദ്യമായി ഇലക്ട്രോണിക് മീഡിയയിലൂടെ മാത്രം നടത്തുന്ന ഇന്നത്തെ പ്രഭാഷണം ഡൽഹിയിൽ നിന്നും ഡോക്ടർ ശശി തരൂർ തൻ്റെ സ്വതസിദ്ധമായ വാഗ്ധോരണിയിലൂടെ പ്രൗഢഗംഭീരമാക്കി. അന്താരാഷ്ട്ര മേഖലയിൽ ഒത്തൊരുമയോടെ എങ്ങനെ ജീവിക്കാമെന്നും വിശകലനം ചെയ്തു. കോവിഡ് കാലത്തും കോവിഡിന് ശേഷവും ഒരുമയും പങ്കുവയ്ക്കലും ആണ് ആവശ്യം എന്ന് അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. ഡോക്ടർ തരൂർ അങ്ങയോടെ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. മാർത്തോമാ സഭാധ്യക്ഷൻ, തിരുമേനിമാർ, ഈ പരിപാടി പങ്കെടുക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞങ്ങളുടെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. 2015 ഡിസംബർ 27 ശാന്തിഗിരിയുടെ സ്ഥാപകൻ സഖറിയാസ് മാർ തിയോഫിലോസ് കാലം ചെയ്തത്. അദ്ദേഹത്തെ അനുസ്മരിക്കുന്നതിന് കൂടിയാണ് ഇന്നത്തെ ഈ സമ്മേളനം നാം വിളിച്ചുകൂട്ടിയിരിക്കുന്നത്. ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് തിരുമേനി കോട്ടയം കൊച്ചി ഡയസിസിൻ്റെ ചുമതലയോടൊപ്പം ശാന്തിഗിരിയുടെ ട്രസ്റ്റിയായും ചുമതല ഏറ്റെടുത്തത് ഡിസംബർ 1 ആദ്യമായി അദ്ദേഹം പങ്കെടുക്കുന്ന ഈ യോഗത്തിലേക്ക് ശാന്തിഗിരിയുടെ നാമത്തിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അനുസ്മരണ പ്രഭാഷണം നടത്തി ഈ സമ്മേളനം സമ്പുഷ്ടമാക്കിയതിന് തിരുമേനിയോടുള്ള നന്ദിയും സ്നേഹവും പ്രകാശിപ്പിക്കുന്നു.
ഈ സമ്മേളനം ആസൂത്രണം ചെയ്ത് ഭംഗിയായി ക്രമീകരണങ്ങൾ നിർവഹിച്ച ശാന്തഗിരി ഡയറക്ടർ ശ്രീ ബഹുമാനപ്പെട്ട ബിനു സി സാമുവൽ അച്ഛൻ, ശ്രീ എബ്രഹാം തോമസ് ജോർജി തിരുവനന്തപുരം, മേൽപ്പട്ടക്കാർ, പട്ടക്കാർ, ട്രസ്റ്റിമാർ, ഈ യോഗം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ കേൾക്കുകയും കാണുകയും ചെയ്ത സഹൃദയരായ സ്നേഹിതർ, സഭാംഗങ്ങൾ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും പ്രകടിപ്പിക്കട്ടെ. ഏവർക്കും ക്രിസ്മസിൻ്റെ സന്തോഷവും പുതുവർഷത്തിൻ്റെ മംഗളവും നേരുന്നു. നന്ദി, നമസ്കാരം.